ഹായ്, ഓഡിയോ ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യണേ. ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ക്ലിയർ അല്ലേ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്താലോ? പ്രോബബിലിറ്റി ഏറ്റവും ഈസി ആയിട്ടുള്ള നമ്മളെ റെയിൽവേയുടെ എക്സാമിന് ആയിക്കോട്ടെ, ഇപ്പൊ കഴിയുന്ന SSC എക്സാമിന് ആയിക്കോട്ടെ, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിന് ചോദിക്കാറുള്ളൂ. പ്രോബബിലിറ്റിന്ന് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്നേ വരെ ചോദിച്ചിട്ടുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് ഈ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാ? എന്താടാ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാനേ ഒരു ഡൈസ് എടുത്തു. ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ലുഡോ കട്ട ഇല്ലേ? നോക്കണേ, ഇതുപോലുള്ള ലുഡോ കട്ട, നമ്മൾ ലുഡോ ബോർഡ്, സ്നേക്ക് ഒക്കെ കളിക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ ഒരു ലുഡോ കട്ട എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നോക്കടാ, ഞാനൊരു ഡൈസ് എടുത്ത് ത്രോ ചെയ്താൽ അല്ലെങ്കിൽ ഡൈസ് എടുത്ത് ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കിട്ടാം? ഞാനൊരു ഡൈസ് എടുത്ത് ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കിട്ടാം? മുകൾ ഭാഗത്ത് 1 കിട്ടാം അല്ലെ, 2 കിട്ടാം അല്ലെ, 3, 4, 5, 6 അല്ലെ. 1 മുതൽ 6 വരെയുള്ള സംഖ്യകളല്ലേ നമ്മളെ ഡൈസിൽ ഉണ്ടാവുക. 1, 2, 3, 4, 5, 6 ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് എന്ത് ചെയ്യും? നമ്മളൊരു ഡൈസ് ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വരും അല്ലെ. ഒരു ഡൈസിൽ നമ്മളിവിടെ ഡൈസ് ഇവിടെ ഇട്ടത് അല്ലെങ്കിൽ ഡൈസ് ഇവിടെ ത്രോൺ ചെയ്തത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കാണാം. ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് കാണാം. ഞാൻ ഡൈസ് ത്രോൺ ചെയ്തത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെരിമെന്റ് ചെയ്താൽ എനിക്ക് കിട്ടാവുന്ന റിസൾട്ടുകൾ, പോസിബിൾ ആയിട്ടുള്ള ടോട്ടൽ റിസൾട്ടുകളാണ് ഇത്. 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, അല്ലെങ്കിൽ 6 കിട്ടാം. എനിക്ക് കിട്ടാവുന്ന പോസിബിൾ റിസൾട്ടുകളാണ് എന്ത്? ഇത്. പോസിബിൾ റിസൾട്ടുകളാണ് എന്ത്? ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന പോസിബിൾ റിസൾട്ടുകളാണ് 1, 2, 3, 4, 5, 6 വരുന്നത്. ഇതിനെ നമ്മൾ മറ്റൊരു പേര് കൂടി പറയും. ടോട്ടൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടുകളെ അല്ലെങ്കിൽ പോസിബിൾ ഔട്ട്കംസിനെ നമ്മൾ എന്ത് പറയും? സാമ്പിൾ സ്പേസ് എന്ന് കൂടി പറയും. ഈ സാമ്പിൾ സ്പേസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സാമ്പിൾ സ്പേസ് ഒന്നുമില്ല, നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്താൽ അതിന്ന് കിട്ടാവുന്ന പോസിബിൾ ആയിട്ടുള്ള ടോട്ടൽ ഔട്ട്കംസിനെയാണ് നമ്മൾ എന്ത് പറയാ? സാമ്പിൾ സ്പേസ് എന്ന് പറയാ. ടോട്ടൽ ഔട്ട്കംസിനെയാണ് നമ്മൾ എന്ത് പറയാ? സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഇനി നോക്കടാ, ഇവിടെ ഞാൻ പ്രോബബിലിറ്റി നോക്കുമ്പോ എന്നോട് ഒരാൾ ചോദിക്കുക, നീ ഒരു കട്ട് ഇട്ടു അല്ലെങ്കിൽ ഞാനൊരു ഡൈസ് ഇട്ടു, ഡൈസ് ത്രോൺ ചെയ്തു. ഡൈസ് ത്രോൺ ചെയ്താൽ 1 വരാൻ എത്രയാണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ 1 വരാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്, 1 വരാനുള്ള പ്രോബബിലിറ്റി കാണാൻ ഞാൻ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണേ, ഇവിടെ 1 എത്ര തവണ ഉണ്ടടാ? 1 മുതൽ 6 വരെയുള്ള സംഖ്യയിൽ 1 ഒരു തവണയല്ലേ വരുന്നുള്ളൂ അല്ലെ. 1 വരാനുള്ള ചാൻസ് എത്രയുള്ളൂ? 1 ഉള്ളൂ. ബൈ ടോട്ടൽ എത്ര വരാം? എത്ര പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്? 6 ഔട്ട്കംസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 1 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 1 വരാനുള്ള ചാൻസ് കിട്ടും. 1 വരാനുള്ള ചാൻസ് കിട്ടും. ഇനി നോക്കടാ, നമുക്ക് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇതെന്താന്ന് പറയുന്നത് നോക്കാം, എന്നിട്ട് ഇതിലേക്ക് ഒന്നുകൂടി വരാം. ഓക്കെ ആണല്ലോ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് സാമ്പിൾ സ്പേസിന്റെ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന്റെ പ്രോബബിലിറ്റി കാണാൻ, ഒരു പെർട്ടിക്കുലർ ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്താണോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം, അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്, അത് ചെയ്താൽ മതി. ഒരു മിനിറ്റ്.
വീഡിയോ കാണുന്നില്ലേ? ഒന്ന് കമന്റ് ചെയ്യോ? ഓക്കെ, കാണുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, നോക്കടാ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, എനിക്ക് എന്താണ് സാമ്പിൾ സ്പേസ് പോസിബിൾ ആയിട്ട് ഇത്രയും ഔട്ട്കംസ് ഉണ്ട്, പോസിബിൾ ആയിട്ട് എനിക്ക് കിട്ടാവുന്ന ഔട്ട്കംസ് ഇത്രയും ഉണ്ട്, അതായത് സാമ്പിൾ സ്പേസ്. ഇനി എനിക്ക് വേണ്ടത് ഒരു പെർട്ടിക്കുലർ ഇവന്റിന് മാത്രം എനിക്ക് മതി. ഒരു പെർട്ടിക്കുലർ ഇവന്റ് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണെന്നാ ചോദിച്ചെങ്കിൽ ആ ഇവന്റ് എത്ര തവണ അതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിൽ ആ ഇവന്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ, അല്ലെങ്കിൽ ടോട്ടൽ എത്ര ഔട്ട്കം വരാം അത് ചെയ്താൽ മതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്പറുകളാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്പറുകളാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ ഈ 6 എന്നുള്ളത് ഇവിടെ നമ്പർ ആണ് ഉദ്ദേശിച്ചത്, സാമ്പിൾ സ്പേസിന്റെ നമ്പർ ആണ്. 6 ഔട്ട്കംസ് അല്ലേ ഉള്ളത്. 6 ഡിവൈഡഡ് ബൈ എന്താണ്, സോറി 1 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ഇവിടെ 6 ഔട്ട്കംസ് അല്ലേ ഉള്ളത്. അപ്പൊ നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. ഈ 1 എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രോബബിലിറ്റി ഓഫ് 1 എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? ഒരു തവണയല്ലേ റിപ്പീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ 1 വരാനുള്ള ചാൻസ് എത്രയാ? 1 അല്ലേ ഉള്ളൂ. അപ്പം പ്രോബബിലിറ്റി കാണുമ്പോൾ 1 വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 6. ഓക്കെ അല്ലേ? ഇനി നോക്കടാ, ഒരു പ്രോബബിലിറ്റി, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് സമയം ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്ക്, ഞാൻ നേരത്തെ എടുത്ത ഡൈസ് തന്നെ ഒന്നുകൂടി എടുക്കാം. ഇവിടെ ഡൈസിന്റെ സാമ്പിൾ സ്പേസ് എത്രയാ? അല്ലെങ്കിൽ ഒരു ഡൈസ് ഞാൻ ത്രോൺ ചെയ്താൽ എനിക്ക് കിട്ടാവുന്ന റിസൾട്ടുകൾ 1, 2, 3, 4, 5, 6 ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് കിട്ടാവുന്ന റിസൾട്ട് ആണല്ലോ. എന്നോട് ഒരാൾ ചോദിക്കുക പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ, ഒരു ഡൈസ് ഞാൻ ത്രോൺ ചെയ്താൽ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ ഓഡ് നമ്പർ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. കാരണം ഫേവറബിൾ ആയിട്ട് എത്ര ഔട്ട്കം ഉണ്ടെന്ന്, ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കം ഉണ്ടെന്ന് ഞാൻ ഇവിടുന്ന് കൗണ്ട് ചെയ്യണ്ടേ. ഇവിടെ നോക്കടാ, ഓഡ് നമ്പർ ഏതൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 3 ഓഡ് നമ്പർ അല്ലേ ഉള്ളത്. അപ്പൊ എനിക്ക് എത്ര ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്? ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണം? 3 എണ്ണം. ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? 6 എണ്ണം. അപ്പൊ എന്നോട് ചോദിക്കുക പ്രോബബിലിറ്റി ഓഫ് ഓഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം അല്ലേ നമ്മളിവിടെ ചെയ്യേണ്ടത്. എത്ര ഉണ്ട്? ഫേവറബിൾ ഔട്ട്കം എത്ര നമ്പർ? 3 എണ്ണം ഉണ്ട്. ടോട്ടലോ 6. അപ്പൊ എത്ര വരും? 1/2 വരും. എന്ത്? ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി എത്ര വരും? 1/2 വരും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇതാണ് പ്രോബബിലിറ്റിന്റെ ബേസ്. നമ്മൾ ഏതൊരു എക്സ്പെരിമെന്റിലെ അല്ലെങ്കിൽ ഏതൊന്നിന്റെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫേവറബിൾ ആയിട്ട് എത്ര ഔട്ട്കം ഉണ്ട്, നമുക്ക് എന്താണോ വേണ്ടത് അത് എത്ര തവണ റിക്കർ ചെയ്യും, എത്ര തവണ റിപ്പീറ്റ് ചെയ്യും, എത്ര തവണ വരും എന്ന് നോക്കുക. ആ നമ്പർ ഡിവൈഡഡ് ബൈ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഔട്ട്കം വരാം അതാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇതാണ് പ്രോബബിലിറ്റിന്റെ ബേസ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇത് ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി നോക്കടാ, ഇവിടെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രോബബിലിറ്റി, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി ഏത് മുതൽ ഏത് വരെ നിൽക്കുന്നു. പ്രോബബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരൂല. പ്രോബബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരൂല. അതായത് 0ന്റെ അടിയിൽ ഒരിക്കലും ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി വരൂല. പിന്നെ അതുപോലെ പ്രോബബിലിറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ല? 1നെക്കാളും കൂടുകയും ചെയ്യൂല. പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0നും 1നും ഇടയ്ക്ക് അങ്ങനെ കിടക്കും. 0നും 1നും ഇടയ്ക്ക്, അതായത് 1നെക്കാളും ചെറുത് എന്നാൽ 0നെക്കാളും ചെറുതാവൂല. ഓക്കെ ആണല്ലോ? നെഗറ്റീവ് വാല്യൂ വരും ചെയ്യൂല, എന്നാൽ 1നെക്കാളും വലുതാവും ചെയ്യൂല. ഇവിടെ നോക്ക്, ഇവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് ഓഡ് കിട്ടാനുള്ള എത്രയാണ്? 1/2 അല്ലേ? 1നെക്കാളും ചെറുതല്ലേ? ഇവിടെ നേരത്തെ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ കണ്ടുപിടിച്ചത്? പ്രോബബിലിറ്റി ഓഫ് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 1/6 അല്ലേ? ഇനി നോക്കടാ, 3 കിട്ടാനുള്ള അല്ലെങ്കിൽ 4 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും?
അതും 1/6 അല്ലേ? കാരണം 4 എത്ര തവണ ഇവിടെ വരുന്നുണ്ട്? ഒറ്റ തവണയല്ലേ ഉള്ളൂ. അപ്പം 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര? 6 അതല്ലേ വരിക. അപ്പൊ ഇവിടെയൊക്കെ നോക്കടാ 1/6 1/6 1/2 ഇതൊക്കെ എന്താണ്? ഒന്നിനേക്കാളും ചെറുതല്ലേ? നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടോ? അപ്പം അങ്ങനെ പറയുമ്പോൾ നോക്ക്, എല്ലാ പ്രോബബിലിറ്റിയും 0നും 1നും ഇടയ്ക്ക് കിടക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ? ഇത് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ പോയിന്റ് കറക്റ്റ് ഇതേ പോയിന്റ് ചോദിച്ചതാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവല്ലേ? ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി നോക്കടാ, പ്രോബബിലിറ്റിയിൽ നമ്മൾ എപ്പോഴും നമുക്ക് കണക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഒരു പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെർമ്യൂട്ടേഷൻ അതുപോലെ കോമ്പിനേഷൻ ഉപയോഗിക്കുക. ഇതെന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇതെന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് ഈ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. പെർമ്യൂട്ടേഷൻ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ ഉണ്ടാവാറില്ല. അപ്പൊ നോക്കടാ, പെർമ്യൂട്ടേഷൻ എന്താ, കോമ്പിനേഷൻ എന്താ, ജസ്റ്റ് ഒന്ന് നോക്കാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. ഒരു ഒബ്ജക്ട്സ് ഉണ്ട് എന്റെ കയ്യിൽ. ആ ഒബ്ജക്ട്സിനെ എനിക്ക് എന്ത് ചെയ്യണം? പിക്ക് ചെയ്യണം. ഇപ്പൊ ഒരു 10 ഒബ്ജക്ട് എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ബോൾ എന്റെ കയ്യിലുണ്ട്. അതിൽ നിന്നൊരു 3 ബോളിനെ ഞാൻ സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 3 ബോളിനെ ജസ്റ്റ് ഞാൻ ഒന്ന് ചൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുക. ജസ്റ്റ് എന്റെ കയ്യിൽ ഒരു നമ്പർ ഓഫ് സാധനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്യും? ഒരു നമ്പർ ഓഫ് എണ്ണം, അല്ലെങ്കിൽ ഒരു 5 ബോൾ അല്ലെങ്കിൽ ഒരു 6 ബോളിനെ എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ഉപയോഗിക്കും? കോമ്പിനേഷൻ ഉപയോഗിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഒബ്ജക്റ്റിനെ ചൂസ് ചെയ്യും വേണം, അതേസമയം ഇതിനൊരു ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യും വേണം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ചൂസ് ചെയ്യും വേണം, അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ കയ്യിൽ ഒരു 15 പേരുണ്ട്. 15 ആൾക്കാർ. അതിൽ നിന്നും എനിക്കൊരു ക്രിക്കറ്റ് ടീമിനെ ഉണ്ടാക്കണം. എന്റെ കയ്യിൽ ഒരു 15 പേരുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു ക്രിക്കറ്റ് ടീമിനെ ഉണ്ടാക്കണം. ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര പേരുണ്ടാവും? 11 പേരല്ലേ ഉണ്ടാവുക. അപ്പൊ നോക്കടാ, ഈ 15 പേരിൽ നിന്നും 11 പേരെ എനിക്ക് സെലക്ട് ചെയ്യണം. 15 പേരിൽ നിന്നും 11 പേരെ എനിക്ക് സെലക്ട് ചെയ്യണം. ഇവിടെ നോക്ക്, ആദ്യത്തെ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ചൂസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ഉപയോഗിക്കുക? കോമ്പിനേഷൻ ഉപയോഗിക്കുക. വെറുതെ ചൂസ് ചെയ്താൽ മാത്രം പോരെ. അപ്പൊ ഞാൻ എന്ത് ഉപയോഗിക്കണം? കോമ്പിനേഷൻ ഉപയോഗിക്കണം. ഇവിടെ എന്ത് ചെയ്യുക? കോമ്പിനേഷൻ ഉപയോഗിക്കുക. അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ എന്താ? നമ്മൾ ഓർഡർലി അറേഞ്ച് അല്ലേ ചെയ്യുക. ഇവിടെ നോക്ക്, ഈ 15 പേരിൽ നിന്നും 11 പേരെ ഞാൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ അവരെ ഞാൻ അറേഞ്ച് ചെയ്യും വേണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഞാൻ ചെയ്തത് എന്താ? ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ഉപയോഗിക്കും? കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുക. ഇനി ഈ സെലക്ട് ചെയ്ത ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ഓർഡർ ആയിക്കോട്ടെ അവരെ അറേഞ്ച് ചെയ്യാന്ന് മാത്രം, അതായത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ മാത്രം നോക്കിയാൽ മതി. ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കും. ഈ 15 പേരിൽ നിന്നും 11 പേരെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ ഞാൻ ബാറ്റിംഗ് ഓർഡറിൽ ഞാൻ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ ഉപയോഗിക്കേണ്ട എന്താ? പെർമ്യൂട്ടേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാൻ മാത്രം ഉപയോഗിക്കണമെങ്കിൽ അതെന്താണ്? കോമ്പിനേഷൻ ആണ്. സെലക്ട് ചെയ്യാൻ മാത്രം. ഓക്കെ ആണല്ലോ? രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോമ്പിനേഷൻ എന്താ, പെർമ്യൂട്ടേഷൻ എന്താ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്തായാലും കോമ്പിനേഷൻ ആണ് നമുക്ക് പ്രോബബിലിറ്റിയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാണ്ടാവുക. ഓക്കെ ആണല്ലോ? ഇനി നോക്കടാ, പെർമ്യൂട്ടേഷന്റെയും കോമ്പിനേഷന്റെയും ഇക്വേഷൻ. കോമ്പിനേഷൻ നമ്മള് ഇവിടെ NCR ആണ് കേട്ടോ. കോമ്പിനേഷന്റെ ഇക്വേഷൻ NCR. NCR ആണ്. ഇവിടെ P ആണ് എഴുതിയത്, ഇവിടെ C ആണ്. മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെ നോക്കടാ, എനിക്ക് കോമ്പിനേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണം. അപ്പൊ എന്റെ ഇക്വേഷൻ എന്താ? ഞാൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള ഇക്വേഷൻ നോക്കടാ. NCR is equal to
NCR is equal to n factorial divided by n minus r factorial into r factorial. ഇതാണ് നമുക്ക് കോമ്പിനേഷന്റെ ഇക്വേഷൻ. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ n ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഫാക്ടോറിയൽ വന്നാൽ എന്താണ് ചെയ്യാന്ന് അറിയണ്ടാവില്ല. ഫാക്ടോറിയൽ എന്താന്ന് പറഞ്ഞുതരാം. ഒരു n ഫാക്ടോറിയൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എളുപ്പത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ഫാക്ടോറിയൽ വേസ്. ഇവിടെ നോക്കിക്കോ, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ നമ്മൾ എഴുതുന്ന രീതി, ഞാൻ സപ്പോസ് ഒരു 5 എടുത്തു. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ റെപ്രസെന്റ് ചെയ്യേണ്ട രീതി നോക്കടാ. 5 4 3 2 1. അതായത് നമുക്ക് എന്താണോ ഫാക്ടോറിയൽ ആയിട്ട് തന്നത് അത് മുതൽ ബാക്കോട്ട് 1 വരെ ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. അതാണ് ഫാക്ടോറിയൽ വരിക. ഓക്കെ ആണല്ലോ. ഇനി നോക്കടാ, 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 5 4 3 2 1. എനിക്ക് 6 ആണ് കാണേണ്ടത്. 6 5 4 3 2 1 എഴുതാം. ഓക്കെ ആണല്ലോ. ഫാക്ടോറിയൽ എഴുതേണ്ട രീതി മനസ്സിലായല്ലോ. ഇവിടെ നോക്ക്, ഫാക്ടോറിയൽ മാത്രമല്ലേ പുതിയൊരു ടേം ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ. അപ്പം കോമ്പിനേഷൻ ക്ലിയർ ആയി. ഇനി പെർമ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റിനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കും? പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കും. പെർമ്യൂട്ടേഷന്റെ ഇക്വേഷൻ എന്താ? NPR is equal to n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇവിടെ ഒരു r ഫാക്ടോറിയലിന്റെ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. വ്യത്യാസം കണ്ടോ? അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഓർഡർ ആവശ്യമില്ല. ഇവിടെ എന്താണ്? ഓർഡർ ആവശ്യമാണ്. പെർമ്യൂട്ടേഷനിൽ ഓർഡർ ആവശ്യമാണ്, കോമ്പിനേഷനിൽ ഓർഡർ ആവശ്യമില്ല. നമ്മൾ പ്രോബബിലിറ്റിയിൽ ചെയ്യാനുള്ളത് എല്ലാ പ്രോബ്ലം ഈ കോമ്പിനേഷനിൽ വെച്ചായിരിക്കും. അപ്പൊ കോമ്പിനേഷന്റെ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പിനേഷൻ പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഇനി നോക്കടാ, ഡൈസ്. നമ്മൾ പ്രോബബിലിറ്റിയിൽ ഡൈസ്, കാർഡ്സ്, കോയിൻസ്, ബോൾസ്, ഇങ്ങനെ കുറച്ച് ടൈപ്പ് വെച്ച് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോ ടൈപ്പും എന്താന്ന് നോക്കാം. ആദ്യം ഡൈസ്. ഡൈസ് നേരത്തെ പറഞ്ഞല്ലോ, ഡൈസിനെ കുറിച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നല്ലോ. ഡൈസിൽ നമുക്ക് എന്താണ്? 6 ഫേസ് ഉണ്ടാവും, 6 ഫേസ് ഉണ്ടാവും. അതിൽ നമുക്ക് പോസിബിൾ ആയിട്ട് 1 2 3 4 5 6 6 ഔട്ട്കംസും ഉണ്ടാവും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ നോക്കടാ, ഞാൻ ഒരു ഡൈ മാത്രം അല്ലെങ്കിൽ ഒരു ഡൈസ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു. അതിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? പോസിബിൾ ആയിട്ട് 1 2 3 4 5 6. എത്ര നമ്പർ ഓഫ് ഔട്ട്കംസ് ഉണ്ട്? 6 നമ്പർ ആണ്. ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ ഡൈ മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 6 ഔട്ട്കംസ് വരും. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ 2 ഡൈസ് എടുത്തിട്ട് എന്ത് ചെയ്തു? ത്രോൺ ചെയ്തു. 2 ഡൈസ് എടുത്തിട്ട് എന്ത് ചെയ്തു? ത്രോൺ ചെയ്തു. 2 ഡൈസ് എടുത്ത് ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേൽ ഒരു ഔട്ട്കം ഉണ്ടാവും, രണ്ടാമത്തേലും ഒരു ഔട്ട്കം ഉണ്ടാവും. അങ്ങനെ 2 ഔട്ട്കം ഉണ്ടാവുമല്ലോ. 2 ഡൈസ് ഇട്ടാൽ ആദ്യത്തേലും ഒന്നുണ്ടാവും, രണ്ടാമത്തേലും ഉണ്ടാവും. അപ്പൊ എത്ര ഔട്ട്കം? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം കാണണമെങ്കിൽ എനിക്കൊരു എളുപ്പ വഴിയുണ്ട്. 6 റേസ് ടു n ചെയ്താൽ മതി. 6 ഫേസ് ആണുള്ളത്, റേസ് ടു n ചെയ്താൽ മതി. കാരണം എന്താ? എത്ര തവണ ഇട്ടോ അത്രയും റേസ് ടു 6ന് അത്രയും പവർ ആയിട്ട് ഔട്ട്കംസ് ഉണ്ടാവും. ഇവിടെ നോക്ക്, ഞാൻ 2 ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ ഔട്ട്കം ജസ്റ്റ് ഒന്ന് എഴുതാം. ആദ്യത്തെ ഡൈസിൽ 1 വരാം, 1 വരാം അല്ലേ? 1 2 1 3 ഇങ്ങനെ പോയിട്ട് എന്ത് വരും? 6 വരെയുള്ള ഔട്ട്കംസ് ഉണ്ടാവും അല്ലെ? ടോട്ടൽ ഇത്രയും ഔട്ട്കംസ് ഉണ്ടാവില്ലേ? ഇതിന്റെ എണ്ണം നമ്മൾ വെറുതെ എക്സാം ഹാൾ കുത്തിരുന്ന് എഴുതാൻ നിൽക്കണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? എത്ര തവണ നമ്മൾ ഡൈസ് ത്രോൺ ചെയ്തോ, എത്ര തവണ നമ്മൾ ഡൈസ് ത്രോൺ ചെയ്തോ 6 റേസ് ടു ആ പവർ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 2 പ്രാവശ്യമാണ് ഡൈസ് ത്രോൺ ചെയ്തെങ്കിൽ 6 റേസ് ടു 36 തവണ 36 ഔട്ട്കംസ് ഉണ്ടാവും. പോസിബിൾ ഔട്ട്കംസ് എത്ര ഉണ്ടാവും? 36. ഇനി നോക്കടാ, ഞാൻ ഡൈസ് ഒരു 3 തവണയാണ്, n 3 ആണെങ്കിൽ 3 തവണ ഞാൻ ത്രോൺ ചെയ്താൽ ടോട്ടൽ ഔട്ട്കംസ് എത്ര ഉണ്ടാവും? ടോട്ടൽ ഔട്ട്കംസ് എത്ര ഉണ്ടാവും? 6 റേസ് ടു 3 എത്ര ഉണ്ടാവും? 216 ഉണ്ടാവും. അങ്ങനെ 6ന്റെ പവർ ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ഡൈസിന്റെ കാര്യത്തിൽ എത്ര ഔട്ട്കംസ് ഉണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6ന്റെ പവർ ആക്കി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ ടോട്ടൽ ഔട്ട്കംസ് നമുക്ക് എന്തിനാ? പ്രോബിലിറ്റി കാണുമ്പോൾ ടോട്ടൽ ഔട്ട്കംസ് വേണ്ടേ? ടോട്ടൽ ഔട്ട്കമും ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം തമ്മിലുള്ള റേഷ്യോ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ടോട്ടൽ ഔട്ട്കം എന്തായാലും കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. അടുത്ത് കോയിൻസ്. കോയിൻസ് അറിയാലോ, നമ്മളൊരു കോയിൻസിൽ എന്തൊക്കെ ഉണ്ടാവും? ഹെഡും ഉണ്ടാവും, അതുപോലെ ടെയിലും ഉണ്ടാവും. ഒരു കോയിനിൽ ഹെഡും ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും? ടെയിലും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ കോയിൻ ഞാൻ ടോസ് ചെയ്തു. എനിക്ക് പോസിബിൾ ആയിട്ട് ഏതൊക്കെ ഔട്ട്കംസ് വരാം? ഒന്നുകിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? ടെയിൽ വരാം.
ആണല്ലോ. ഞാൻ നേരത്തെ ഡൈസിൽ പറഞ്ഞ പോലെ തന്നെ n കോയിൻസ് ആണ് ഇവിടെ ത്രോൺ ചെയ്തതെങ്കിൽ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് 2n ആയിരിക്കും. നേരത്തെ നമ്മൾ ഡൈസിൽ എന്താ പറഞ്ഞത്? ഡൈസിന് 6 ഫേസ് ഉണ്ട്, അതുകൊണ്ട് 6n. ഡൈസിന് 6 ഫേസ് ഉള്ളതുകൊണ്ട് 6n. ഇവിടെ നമുക്ക് എന്താ, കോയിൻസിന് എത്ര ഫേസ് ഉള്ളൂ? 2 ഫേസേ ഉള്ളൂ, അതുകൊണ്ട് 2n വരും. 2n വരും. ഞാനൊരു 2 കോയിൻ ത്രോൺ ചെയ്തു, അല്ലെങ്കിൽ 2 കോയിൻ ടോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ഔട്ട്കംസ് വരും? 2/4. ഞാനൊരു 3 കോയിൻ ത്രോൺ ചെയ്തു, എന്ത് വരും? 2/3 എത്ര വരും? 8 വരും. മനസ്സിലായോ? എത്ര കോയിൻ ത്രോൺ ചെയ്തോ എത്ര ഔട്ട്കംസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്കംസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? 2n വെച്ച് ചെയ്താൽ മതി. n റെപ്രസെന്റ്സ് നമ്പർ ഓഫ് ടോസിങ്, അല്ലെങ്കിൽ എത്ര തവണ നമ്മൾ, അല്ലെങ്കിൽ എത്ര കോയിൻ ചൂസ് ചെയ്തോ അതിനനുസരിച്ചിരിക്കും n. ഓക്കെ ആണല്ലോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ടേ. അടുത്തത് കാർഡ്സ് ആണ്. കാർഡ്സ് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുപോലെ കുറെ ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ നമുക്ക് കഴിഞ്ഞ NTPC ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് കാർഡ്സ് ചോദിച്ചിട്ടുണ്ട്. അവിടെ നോക്കടാ, ഒരു കാർഡ്സ്, നമ്മൾ കാർഡ്സ് അറിയാലോ, ചീട്ട്, ഇവിടെ ചീട്ട് എന്നൊക്കെ പറയാം നമ്മളെ ഈ ഒരു നാട്ടില്. ചീട്ട് കളിക്കാന്ന് കേട്ടില്ലേ? എത്ര എണ്ണം ഉണ്ടാവും? 52 കാർഡ് ഉണ്ടാവും ഒരു പാക്കിൽ. നമ്മൾ ഒരു സിംഗിൾ പാക്കിൽ 52 കാർഡ് ഉണ്ടാവും. ഈ 52 കാർഡും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ തരത്തിലായിരിക്കും. അതെന്തൊക്കെയാണ് നോക്കാം. ഒരു കാർഡിൽ, അല്ലെങ്കിൽ ഒരു പാക്കിൽ, ഒരു ഡെക്ക് ഓഫ് കാർഡിൽ, ഒരു പാക്കിൽ 52 കാർഡ് ഉണ്ടാവും. അതിൽ 52ൽ 26 എന്ന് പറഞ്ഞ 2 സെറ്റ് ആയിട്ട് ആദ്യം തിരിച്ചിട്ടുണ്ടാവും. ഫസ്റ്റത്തെ 26 എന്തായിരിക്കും? റെഡ് കളർ ആയിരിക്കും. അടുത്തത് ബ്ലാക്ക് കളർ ആയിരിക്കും. 2 കളറിലാണ് എന്തുണ്ടാവുക? കാർഡ്സ് ഉണ്ടാവുക. 52 കാർഡിന് ആദ്യം 26 എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ടാവും. ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും. അതായത് ആദ്യത്തെ 26 റെഡും അടുത്ത 26 ബ്ലാക്കും ആയിട്ടുണ്ടാവും. ഇനി തന്നെ ഈ റെഡിനും ബ്ലാക്കിനും പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. ഇതിൽ 13 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? 13 കാർഡായിട്ട് മാറ്റിയിട്ടുണ്ട്. റെഡിലുള്ള ആദ്യത്തെ 13 എന്തായിരിക്കും? ഡയമണ്ട് ആയിരിക്കും. റെഡിലുള്ള ആദ്യത്തെ 13 എന്തായിരിക്കും? ഡയമണ്ട് ആയിരിക്കും. റെഡിലുള്ള ആദ്യത്തെ 13 ഡയമണ്ട് ആയിരിക്കും. പിന്നീടുള്ള 13 എന്തായിരിക്കും? ഹേർട്ട് ആയിരിക്കും. ഇനി ബ്ലാക്ക് കാർഡ് ഇതുപോലെ 26 എണ്ണം ഉണ്ടല്ലോ. അതിൽ ഒരു 13 എന്തായിരിക്കും? ക്ലാവർ അല്ലെങ്കിൽ ക്ലബ് എന്ന് പറയും. അടുത്ത 13 എന്തായിരിക്കും? സ്പേഡ് ആയിരിക്കും. ഇവിടെ നോക്കടാ, ഡയമണ്ട് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഡയമണ്ട്, ഹേർട്ട് എല്ലാവർക്കും അറിയാലോ. ഇനി ക്ലാവർ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. സ്പേഡ് ആണെങ്കിലോ ഇങ്ങനെ 4 തരം സിമ്പലുകളാണ് കാർഡിൽ ഉണ്ടാവുക. ഇതിൽ ഡയമണ്ട് 13 ഉണ്ടാവും, ഹേർട്ട് 13 ഉണ്ടാവും, ക്ലാവർ അല്ലെങ്കിൽ ക്ലബ്ബ് 13 ഉണ്ടാവും, സ്പേഡും 13 എണ്ണം ഉണ്ടാവും. ഇങ്ങനെ 13 സെറ്റുകളായിട്ട്, 13ന്റെ 4 സെറ്റുകളായിട്ട് ടോട്ടൽ 52 കാർഡ് ഉണ്ടാവും. ഇനി എടാ, ഈ കാർഡിലും ഈ ഡയമണ്ട്, സ്പേഡ്, ഹേർട്ട് ഇതിനെയും ചെറിയൊരു ഡിവിഷനും കൂടി ചെയ്തിട്ടുണ്ട്. അത് പറയാം. ഇവിടെ നോക്ക്, ആദ്യത്തെ ഡയമണ്ടില് അല്ലെങ്കിൽ എല്ലാ കാർഡിലും, എല്ലാ 13 സെറ്റിലും അല്ലെങ്കിൽ ഓരോ 13 സെറ്റിലും എന്തൊക്കെ വീതം കാർഡുകൾ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓരോ 13ന്റെ സെറ്റിലും, ഓരോ 13 കാർഡിലും ഏസ് കാർഡ് ഉണ്ടാവും. പിന്നെ അതുപോലെ കിങ് ഉണ്ടാവും, ക്യൂൻ ഉണ്ടാവും, ജാക്ക് ഉണ്ടാവും. 4 കാർഡ് അങ്ങനെ തന്നെ ആയല്ലോ. ഏസ്, കിങ്, ക്യൂന്, ജാക്ക്. ഓരോ 13 കാർഡിലും ഈ ഡയമണ്ടിൽ ഉണ്ടാവും, ഹേർട്ടിൽ ഉണ്ടാവും, ക്ലബിൽ ഉണ്ടാവും, സ്പേഡിൽ ഉണ്ടാവും. ഓരോ 13 കാർഡിലും എന്തൊക്കെ ഉണ്ടാവും? ഏസ് ഉണ്ടാവും, കിങ് ഉണ്ടാവും, ക്യൂൻ ഉണ്ടാവും, ജാക്ക് ഉണ്ടാവും. ഇപ്പൊ 4 കാർഡല്ലേ ആയിട്ടുള്ളൂ. ബാക്കി കാർഡുകൾ 2 മുതൽ 10 വരെ നമ്പർ ചെയ്തിട്ടുള്ള 2 മുതൽ 10 വരെ നമ്പർ ചെയ്തിട്ടുള്ള നമ്പർ കാർഡ്സും ഉണ്ടാവും.
അപ്പം 13നെ ഓരോ 13നെയും എത്ര സെറ്റ് ആക്കി? എയ്സ് കാർഡ്, കിങ് കാർഡ്, ക്യൂന്, ജാക്ക്, പിന്നെ 2 മുതൽ 10 വരെ നമ്പർ ചെയ്തിട്ടുള്ള വെറും നമ്പർ മാത്രമുള്ള നമ്പർ കാർഡ്സും ഉണ്ടാവും. ഇങ്ങനെയാണ് ഓരോ കാർഡ്സിനും സെപ്പറേറ്റ് ചെയ്തത്. ഇവിടെ നോക്കടാ, ഇതിൽ എയ്സ്, കിങ്, ക്യൂന്, ജാക്ക്, എയ്സ്, കിങ്, ക്യൂന്, ജാക്ക്, ഇതിനെ നമ്മൾ പ്രത്യേകം പറയുന്ന ഒരു പേരുണ്ട്, ഹോണേഴ്സ് കാർഡ്സ്. ഹോണേഴ്സ് കാർഡ്സ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരു കാര്യം കൂടി പറയാൻ നോക്കടാ, ഓരോ 13നും എയ്സ്, കിങ്, ക്യൂന്, ജാക്ക് ഉണ്ടാവും. അപ്പൊ നോക്കടാ, ഈ ഡയമണ്ടിൽ എത്ര കിങ് ഉണ്ടാവും? ഡയമണ്ടിൽ ഒരു കിങ് ഉണ്ടാവും, ഒരു എയ്സ് ഉണ്ടാവും, ഒരു ക്യൂൻ ഉണ്ടാവും, ഒരു ജാക്ക് ഉണ്ടാവും. അതുപോലെ ഹേർട്ടിൽ ഉണ്ടാവും, ക്ലാവറിൽ ഉണ്ടാവും, സ്പേഡിലും ഉണ്ടാവും. അങ്ങനെ ഓരോ സെറ്റിലും എയ്സ്, കിങ്, ക്യൂന്, ജാക്ക് ഉണ്ടാവും. അതുകൂടാതെ എന്തുണ്ടാവും? 2 മുതൽ 10 വരെ നമ്പർ ചെയ്തിട്ടുള്ള നമ്പർ കാർഡ്സും ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്തത് നമ്മളിപ്പോ പറഞ്ഞ ജാക്ക്, കിങ്, ക്യൂന്, ജാക്ക്, കിങ്, ക്യൂന്, ഈ കാർഡുകൾ നോക്ക്. ജാക്ക്, കിങ്, ക്യൂന്, ഈ കാർഡുകൾ നമ്മൾ എന്ത് പറയും? ഫേസ് കാർഡുകൾ എന്നും പറയും. ഫേസ് കാർഡുകളും എന്ന് പറയും. കാരണം ഈ ജാക്ക്, കിങ്, ക്യൂനൊക്കെ നമ്മൾ കാർഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫേസ് ഉള്ള പോലെയാണ്, അല്ലെങ്കിൽ ഒരു മുഖം ഉണ്ടാവും അതിന്. അതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. ഫേസ് കാർഡുകൾ എന്ന് പറയുന്നത് ജാക്ക്, കിങ്, ക്യൂന്. എത്ര ജാക്ക് ഉണ്ടാവും? 4 ജാക്ക് ഉണ്ടാവും. എങ്ങനെയാ 4 ജാക്ക് വരുന്നത്? 4 ജാക്ക് എങ്ങനെയാ വരുന്നത്? നമ്മളെ ഡയമണ്ടിൽ ഒന്നുണ്ട്, ഹേർട്ടിൽ ഒന്നുണ്ട്, സ്പേഡിൽ ഒന്നുണ്ട്, ക്ലാമറിൽ ഒന്നുണ്ട്. അങ്ങനെ 4 ജാക്ക് വന്നല്ലോ. ഇതുപോലെ നോക്കടാ, ജാക്കിന്റെ കളറുകളും ചോദിക്കാം. ഡയമണ്ടിലും ഹേർട്ടിലും ഉള്ള കളർ എന്താണ്? റെഡ് ആണ്. ഡയമണ്ടിലും ഹേർട്ടിലുള്ള കളർ എന്താണ്? റെഡ് ആണ്. ഇനി സ്പേഡും ക്ലാവറും എന്ത് കളറാ? ബ്ലാക്ക്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ജാക്ക്, കിങ് ഒക്കെ കളറായിട്ട് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. ജാക്ക് എത്ര? 4 ടൈപ്പ് ആണുള്ളത്, 4 എണ്ണാണുള്ളത്. അതിൽ 2 ബ്ലാക്കും 2 റെഡും ഉണ്ടാവും. കിങ്ങും അതുപോലെ എന്തുണ്ടാവും? 2 ബ്ലാക്ക് ഉണ്ടാവും, 2 റെഡ് ഉണ്ടാവും. ക്യൂനും അതുപോലെ 2 ബ്ലാക്ക് 2 റെഡ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോണേഴ്സ് കാർഡ്സിന്റെ കാര്യം. ഹോണേഴ്സ് കാർഡ്സും നമ്പർ കാർഡും. ഹോണേഴ്സ് കാർഡ് ഒഴിവാക്കിയാൽ കിട്ടുന്ന പ്രോബിലിറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഹോണേഴ്സ് കാർഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? ഇനി നോക്കടാ, നമ്മൾ പ്രോബബിലിറ്റിയില് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഓർ സൈനും അതുപോലെ ആൻഡ് സൈനും യൂസ് ചെയ്യേണ്ടി വരും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറയാ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഓർ എന്ന് പറഞ്ഞാൽ, ഓർ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ അല്ലെങ്കിൽ പ്ലസ് സമ്മിന്റെ സിമ്പിൾ ഇടും. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുക. അതെന്താണ് പ്രോബ്ലം വരുമ്പോൾ, ആ ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറഞ്ഞു തരണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ അല്ലേ? നമുക്ക് പ്രോബ്ലം തുടങ്ങിയാലോ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ഇടുവോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ആദ്യത്തെ പ്രോബ്ലം നോക്കടാ. ഡൈസിന്റെ പ്രോബ്ലം ആണ് ആദ്യത്തെ തന്നെ വന്നത്. ഡൈസിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. 6 ഫേസ് ഉണ്ടാവും. അപ്പൊ പോസിബിൾ ആയിട്ട് ഒരു സിംഗിൾ ഡൈ ആണ് ഞാൻ ത്രോൺ ചെയ്തതെങ്കിൽ എത്ര ഔട്ട്കം ഉണ്ടാവും? 6 ഔട്ട്കം ഉണ്ടാവും അല്ലെ? നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ നോക്കടാ, ഒരു ഡൈ ഞാൻ ത്രോൺ ചെയ്തു. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ ടോപ്പ്. ജസ്റ്റ് ആദ്യത്തെ പ്രോബ്ലം അല്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി നോക്കാം. ആദ്യം നോക്കടാ, ഞാൻ ഡൈസ് ത്രോൺ ചെയ്തു. എന്റെ സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ ഔട്ട്കംസ് എന്തൊക്കെ വരാം? 1, 2, 3, 4, 5, 6 ഇത്രയും ഔട്ട്കംസ് വന്നൂടെ? ഇനി എന്നോട് എന്താ ചോദിച്ചത്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ ടോപ്പ്. ഇവിടെ നോക്കടാ, നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എത്രയാണ്? 6 ആണ്. എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഔട്ട്കം എന്താണ്? ഫേവറബിൾ ഔട്ട്കം എന്താണ്? ഓഡ് നമ്പർ അല്ലേ? ഇവിടെ എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1, 2, 3 ഓഡ് നമ്പർ അല്ലേ ഉള്ളത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എത്ര? 3 എണ്ണമാണ് ഉള്ളത് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ എന്ത് ചെയ്യണം? 3 ഡിവൈഡഡ് ബൈ
6 അല്ലേ? ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഫേവറബിൾ എത്രയാ? 3 എണ്ണാണുള്ളത്. ടോട്ടൽ എത്ര? 6 എണ്ണം ഉണ്ട്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? 1/2 വരും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായതല്ലേ? ഡൈസിന്റെ ടോട്ടൽ കാണുക, അതുപോലെ ഫേവറബിളും കാണുക. ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ 1/2 വരും. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ ഏത് ആൻസർ വരും? ഓപ്ഷൻ എ 1/2 ആണ് ആൻസർ വരിക. മനസ്സിലായതല്ലേ? ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കല്ലേ. 2 ഡൈസ് ത്രോൺ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഡൈസ് ആണ്. നേരത്തെ നമ്മൾ എത്ര ഡൈസ് ത്രോൺ ചെയ്തത്? സിംഗിൾ ഡൈസ് ആണ്. ഇവിടെ എത്ര എണ്ണാണ്? 2 ഡൈസ് ത്രോൺ ചെയ്തു. 2 ഡൈസ് അറ്റ് എ ടൈം, സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എ ടൈം ഞാൻ ത്രോൺ ചെയ്തു. സം ഓഫ് ദ നമ്പർ അപ്പിയറിംഗ് ഓൺ ദ റിട്ടേൺ ഡൗൺ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 12? അതായത് ഞാൻ 2 ഡൈസ് ത്രോൺ ചെയ്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടും? ഒരുപാട് നമ്പറുകൾ വരാം അല്ലെ? ആദ്യത്തെ എന്ത് വരാം? ചിലപ്പം 1 1 എന്ന് വരാം, 1 2 എന്ന് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? 2 1 3 1, ഇങ്ങനെ പലതരം പ്രോബിലിറ്റി വന്നൂടെ? അവസാനം എന്ത് വരും? 6 6. ഇത്രയും പോസിബിലിറ്റികളില്ലേ? ടോട്ടൽ ഇവിടെ നിങ്ങൾ പറയും 2 ഡൈസ് ത്രോൺ ചെയ്താൽ ടോട്ടൽ പോസിബിലിറ്റി, ടോട്ടൽ ഔട്ട്കം എത്രയാണ്? ടോട്ടൽ ഔട്ട്കം എത്ര? എങ്ങനെയാ കണ്ടുപിടിക്കുക? 6/2 അല്ലേ ചെയ്യുക? എത്ര വരും? 36 വരും അല്ലേ? ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ടാവും? 36. ഇനി ഫേവറബിൾ ഔട്ട്കംസ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഫേവറബിൾ ഔട്ട്കംസ് കണ്ടുപിടിക്കണമെങ്കിൽ ഫേവറബിൾ ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അവിടെ നോക്കടാ, കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടണം. ഇതിന്റെ റിസൾട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും റിസൾട്ട് കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോപ്പിലുള്ള 2 ആൾക്കാർ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? 12 കിട്ടണം. ഒരു ഡൈസിൽ മാക്സിമം 6 വരെയല്ലേ പോവുള്ളൂ. 12 കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ സംഖ്യകൾ നമ്മൾ കൂട്ടണം? 6ഉം 6ഉം അല്ലേ? അല്ലാണ്ട് വേറെ ഏതെങ്കിലും സംഖ്യകൾ കൂട്ടിയാൽ 12 കിട്ടുമോ? അപ്പൊ നമുക്ക് ഒറ്റ ഔട്ട്കം അല്ലേ കിട്ടുള്ളൂ. നോക്കടാ, ഫേവറബിൾ ആയിട്ട് എനിക്ക് എന്തേ കിട്ടുള്ളൂ? 6 6 വന്നാലല്ലേ 12 വരുള്ളൂ. അപ്പൊ ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം എത്രയാ? 1. ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം എത്രയാ? 1 അല്ലേ? എനിക്ക് പ്രോബബിലിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഫേവറബിൾ എത്രയാ? 1 ആണ്. ടോട്ടൽ എത്രയാണ്? 36. അപ്പൊ ഏത് വരും? ഓപ്ഷൻ ബി. ക്ലിയർ ആയോ? മനസ്സിലായോ? അത് നമുക്ക് ആകെ 12 കിട്ടാൻ ചാൻസ് ഉള്ളത് 6ഉം 6ഉം വരണം. 2 ഡൈസിന് മുകളിൽ 6ഉം 6ഉം വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒറ്റൊരു സമയത്തല്ലേ വരുള്ളൂ 2 ഡൈസും 6 6 വരാൻ. ഒറ്റൊരു പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. അപ്പൊ ഫേവറബിൾ ഔട്ട്കം 1 ആണ്. അപ്പൊ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ, 1 ഡിവൈഡഡ് ബൈ 36. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ. അടുത്ത നോക്കടാ, ഒരു ഡൈസ് ഞാൻ എത്ര തവണ ത്രോൺ ചെയ്തു? 2 തവണ ത്രോൺ ചെയ്തു. ആ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഡൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്യൂബ് ആണെങ്കിൽ എന്താണെങ്കിലും എത്ര തവണ നമ്മൾ ത്രോൺ ചെയ്തു നോക്കണം, അല്ലെങ്കിൽ എത്ര തവണ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്തു നോക്കണം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ചോയ്സ് 2 തവണ ഞാൻ ത്രോൺ ചെയ്തിട്ടുണ്ട്. സം ഓഫ് ദ റിസൾട്ട് നമ്പർ ഈസ് 10. അപ്പം 2 തവണ ഞാൻ ത്രോൺ ചെയ്തപ്പം എനിക്ക് സം ഓഫ് ദ റിസൾട്ട് നമ്പർ 10 കിട്ടണം. അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്താണ്? ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്താണ് എടുക്കുക? അല്ലെങ്കിൽ ഔട്ട്കം, ടോട്ടൽ ഔട്ട്കം നമ്മൾ എങ്ങനെ എടുക്കുകയുള്ളൂ? ഞാൻ എങ്ങനെ ഡൈ ത്രോൺ ചെയ്താലും എനിക്ക് എന്ത് കിട്ടും? 10. സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടും. അതായത് ഞാൻ നോക്കടാ, ആദ്യം ഞാൻ 5ഉം 5ഉം കിട്ടി. സാമ്പിൾ സ്പേസ് അങ്ങനെ വന്നൂടെ? അല്ലെങ്കിൽ എങ്ങനെ വരാം? 6ഉം 4ഉം വരാം, അല്ലെങ്കിൽ 4ഉം 6ഉം വരാം. ഇത്രയും പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. ഇത്രയും പോസിബിലിറ്റി അല്ലേ ഉള്ളൂ ഈ ഒരു സാമ്പിൾ സ്പേസ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ 10 ഔട്ട്കം വരണമെങ്കിൽ, 10 സമ്മ് വരണമെങ്കിൽ നമുക്ക് ഇത്രയും പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. ഈ ഒരു 3 പോസിബിലിറ്റി അല്ലേ ഉള്ളൂ അല്ലേ? ഇനി നോക്കടാ, നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് എ നമ്പർ അപ്പിയറിംഗ് 5 അറ്റ്ലീസ്റ്റ് വൺസ്. 5 ഒരു തവണയെങ്കിലും വരണം. ഇങ്ങനെ സമ്മ് വരുന്നേ 10 സമ്മ് വരുന്ന എത്ര ഔട്ട്കംസ് ഉണ്ട്? ആകെ 3 ഔട്ട്കംസേ ഉള്ളൂ. ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്ര ഉണ്ട്? ഇവിടെ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്ര ഉണ്ട്? 3 എണ്ണേ ഉള്ളൂ അല്ലേ? ഇവിടെ നമ്മൾ 36 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു റിസൾട്ട് നമ്പർ 10 ആണെന്ന് പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞു റിസൾട്ട് നമ്പർ 10 ആണെന്ന്. പിന്നെ ഈ 10 വരുന്ന കാര്യം മാത്രം നോക്കിയാൽ പോരെ? അപ്പൊ ടോട്ടൽ ഔട്ട്കംസ് നമുക്ക് 3 ഉള്ളൂ. ഇനി നമ്മളോട് ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ്? ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ്? 5 വരണം. അറ്റ്ലീസ്റ്റ് 5 ഒരു തവണയെങ്കിലും വരണം. 5 ഒരു തവണയെങ്കിലും വരുന്ന എത്ര ഔട്ട്കം ഉണ്ട്? ഇവിടെ നോക്കടാ, എത്ര ഔട്ട്കം ഉണ്ട്? ഒരൊറ്റ ഒന്നല്ലേ ഉള്ളൂ അല്ലേ? ഫേവറബിൾ ഔട്ട്കം എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പൊ നമ്മളെ പ്രോബബിലിറ്റി എത്ര വരും?
പ്രോബബിലിറ്റി എത്ര വരും? 1/3 വരും. എന്ത് വരും? 1/3. ഓപ്ഷൻ സി. മനസ്സിലായല്ലോ? ഇവിടെ ചിലപ്പോൾ സംശയം ഉണ്ടാവും എന്തുകൊണ്ട് നമ്മൾ 36 എടുത്തില്ലാന്ന്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, സം ഓഫ് ദ റിസൾട്ട് നമ്പേഴ്സ് ഈസ് 10 അങ്ങനെ പറഞ്ഞു. റിസൾട്ട് നമ്പർ സം 10 ആണ്. അപ്പൊ നമ്മളെ സാമ്പിൾ സ്പേസ് എപ്പോഴും ഇതിൽ ലിമിറ്റഡ് ആണ്. 10 വരുന്ന സാമ്പിൾ സ്പേസ് മാത്രം നോക്കിയാൽ മതി. സം 10 വരുന്ന സാമ്പിൾ സ്പേസ് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊന്നും അവിടെ വരുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? നമ്മളോട് പിന്നെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? 5 അറ്റ്ലീസ്റ്റ് വൺസ്, 5 ഒരിക്കലെങ്കിലും വരണം. 5 ഒരിക്കലെങ്കിലും വരുന്ന ഓപ്ഷൻ ഒറ്റൊന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ട് ഒറ്റൊന്നല്ലേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി വരും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 2 ഡൈസ് ഞാൻ ത്രോൺ ചെയ്തു, അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഡൈസ് എന്ന് പറഞ്ഞാൽ 2 ഡൈസ് ഞാൻ ത്രോൺ ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് നമ്പേഴ്സ് ബീങ് ഓഡ്? 2 നമ്പർ ഞാൻ എന്ത് ചെയ്തു? 2 ഡൈസ് ഞാൻ ത്രോൺ ചെയ്തിട്ട് സം ഓഫ് നമ്പർ ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി, ഇത് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. 2 ഡൈസ് ത്രോൺ ചെയ്താൽ 2 ഡൈസ് ത്രോൺ ചെയ്താൽ സം ഓഡ് അല്ലെങ്കിൽ ഈവൻ ഏതും ആയിക്കോട്ടെ, സം ഓഡ് അല്ലെങ്കിൽ ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി, സം ഈവൻ അല്ലെങ്കിൽ ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1/2 ആയിരിക്കും. നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചേ? സം ഓഫ് 2 നമ്പറുകളുടെ സം ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. 2 ഡൈസ് ഞാൻ ത്രോൺ ചെയ്തു, സം ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? അപ്പോഴും 1/2 ആയിരിക്കും. ഇതൊന്ന് കാണാതെ പഠിച്ചു വെക്കണം. 2 ഡൈസ് ത്രോൺ ചെയ്താൽ സം ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റിയും ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഇത് റിസൾട്ട് പോലെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത, 1 black, 1 red and 1 green dice are thrown simultaneously. What is the probability that the sum of 3 numbers is 70? അതായത് ഇവിടെ കളർ നോക്കണ്ട, ഇവിടെ 3 ഡൈസ് ത്രോൺ ചെയ്തു, അത്രയേ ഉള്ളൂ. സിംപിളി പറഞ്ഞാൽ 3 ഡൈസ് ത്രോൺ ചെയ്തു. സം ഓഫ് ദ 3 നമ്പർ 17 വരാനുള്ള, അല്ലെങ്കിൽ 17 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചത്. എടാ 3 ഡൈസ് ത്രോൺ ചെയ്താൽ, 3 ഡൈസ് ത്രോൺ ചെയ്താൽ, 3 ഡൈസ് ത്രോൺ ചെയ്താൽ എനിക്ക് ടോട്ടൽ ഔട്ട്കം എത്ര വരും? 6/3. അതായത് 216 ആണ് ടോട്ടൽ ഔട്ട്കം വരിക. ടോട്ടൽ ഔട്ട്കം 216 വരും. ഇവിടെ ഞാൻ 216ല് എത്ര ഔട്ട്കം എനിക്ക് ഫേവറബിൾ ആയിട്ടുണ്ട് നോക്കണമെങ്കിൽ, എത്ര ഔട്ട്കം ഫേവറബിൾ ആയിട്ട് നോക്കണം. ഇവിടുത്തെ കണ്ടീഷൻ എന്താ? സം 17 അല്ലെങ്കിൽ അതിൽ കൂടുതലാവണം, അല്ലെ? 17 അല്ലെങ്കിൽ അതിൽ കൂടുതലാവണം. ഞാൻ എന്ത് ചെയ്തു? 3 ഡൈസും ആദ്യം 6 കിട്ടി. ആദ്യത്തെ ഡൈസിൽ 6 കിട്ടി, രണ്ടാമത്തെ ഡൈസിൽ 6 കിട്ടി, മൂന്നാമത്തെ ഡൈസിലും 6 കിട്ടി. സം എത്രയാ? 18. 17 കൂടുതലല്ലേ? നമുക്ക് 3 ഡൈസ് അറ്റ് എ ടൈം ത്രോൺ ചെയ്താൽ മാക്സിമം നമുക്ക് എന്ത് കിട്ടുള്ളൂ? 18 സം കിട്ടുള്ളൂ, അല്ലെ? 3ലും 6 വന്നാൽ 18 കിട്ടും. അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുമോ? ഇല്ല. മാക്സിമം നമുക്ക് വരാനുള്ള എന്താ? 18 ഉള്ളൂ. ഇനി നോക്കടാ, ഞാൻ അവസാനത്തെ ഡൈസിൽ 5 ആയിക്കഴിഞ്ഞാൽ, സം എത്രയാ? 12, 5, 17 വന്നു, അല്ലേ? അപ്പം ഇവിടെ 18 വന്നു, ഇവിടെ എന്ത് വന്നു? 17 വന്നു. അപ്പം 2 പോസിബിലിറ്റി ആയി. ഇനിയും പോസിബിലിറ്റി ഇല്ലേ? 6, 5, 6 ഇങ്ങനെയും വന്നൂടെ ഡൈസ് ത്രോൺ ചെയ്യുമ്പോ? അല്ലെങ്കിൽ എങ്ങനെ വരാ? 5, 6, 6. ഇത്ര പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. 17 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സം വരാനുള്ള പോസിബിലിറ്റി, ടോട്ടൽ പോസിബിലിറ്റി ഇതല്ലേ ഉള്ളൂ. ഇനി 5നേക്കാളും ഒന്ന് കുറഞ്ഞു, ഇവിടെ 4 ആയ 17 കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് അത് പറ്റൂല. 17 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരാനുള്ള പോസിബിലിറ്റി എന്തേ ഉള്ളൂ? ആകെ ഈ ഒരു 4 എണ്ണം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ നമ്മളെ ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം എത്രയാ? 4 എണ്ണാണ് ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം. നമ്മളോട് എന്താ? പ്രോബബിലിറ്റി ഓഫ് സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 17 അല്ലേ ചോദിച്ചത്. അപ്പൊ നമ്മളെ പ്രോബബിലിറ്റി എന്ത് വരും? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എത്ര വരും? 4 ഡിവൈഡഡ് ബൈ 216 എത്ര വരും? 1/54 വരും. ഓക്കെ ആണല്ലോ? 1/54 വരും. ഓപ്ഷൻ ബി. സെറ്റല്ലേ? ഇവിടെ ചെറിയൊരു എളുപ്പ വഴി കൂടി നമുക്ക് ഉപയോഗിക്കട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള 2 എണ്ണം എഴുതാൻ നിൽക്കണ്ട. സം 17 അല്ലേ ഇവിടെ വരുന്നത്. ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യും? 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഇതിനൊരു × 3 ചെയ്താലും മതി.
ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഔട്ട്കംസ് ഇങ്ങനെയും കിട്ടും. കാരണം ഇത് ഈ 5 അങ്ങോട്ടോട്ട് മാറിയിട്ട് അങ്ങനെ ഇൻറ്റു 3 ടൈംസ് ഈ ഒരു സെറ്റ് തന്നെ 6, 6, 5 വരുന്നത് ഒരു 3 തവണ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു മനസ്സിലാക്കുക. അപ്പൊ ഇൻറ്റു 3 ചെയ്താലും മതി. നമ്മൾ കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് നിങ്ങൾക്ക് താനെ മനസ്സിലാവും അത് അങ്ങനെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകല്ലേ? ഇത് മനസ്സിലായല്ലോ? അടുത്ത ഇനി കോയിൻസിന് നമ്മള് ഡൈസിന്റെ പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ഉള്ളത് ഒരു 90% നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാവുന്ന പ്രീവിയസ് ഇയറും ചെയ്തു നോക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇതിന്റെ മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി നോക്കടാ, നമുക്ക് കോയിൻസിന്റെ പ്രോബ്ലം നോക്കാം. വളരെ കുറച്ച് മാത്രമേ കോയിൻസ് ചോദിക്കാറുള്ളൂ. കോയിൻസ് അധികം ചോദിക്കാറില്ല. വിചാരിച്ച് പഠിക്കേണ്ടെന്നല്ല, ചിലപ്പം കോയിൻസ് ഉണ്ടാവും. നമുക്ക് ഈ വരുന്ന NTPCക്ക് ചോദിക്കാം. ഇവിടെ നോക്കിക്കോ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്? ഒരു സിംഗിൾ കോയിൻ ആണ് ഞാൻ ടോസ് ചെയ്തത്. കോയിൻ ആണ്, ഒരു സിംഗിൾ കോയിൻ ആണ് ഞാൻ ടോസ് ചെയ്തത്. അപ്പം എനിക്ക് എത്ര ടോട്ടൽ ഔട്ട്കം ഉണ്ടാവും? ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ടാവും? 2/1. അതായത് 2 അല്ലേ ഉണ്ടാവുക? നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, കോയിൻ 2 ഫേസ്. അപ്പൊ 2n ആണ് വരേണ്ടത് അല്ലേ? അപ്പൊ ടോട്ടൽ ഔട്ട്കം 2 വരുള്ളൂ. ഇനി ഞാൻ ഒരു കോയിൻ, ഒരൊറ്റ കോയിൻ ടോസ് ചെയ്താൽ ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്? ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. ഹെഡ് എത്ര തവണ വരാം? ഒരൊറ്റ തവണയേ വരുള്ളൂ. ഒരൊറ്റ തവണയല്ലേ വരുള്ളൂ. അപ്പൊ ഫേവറബിൾ ഔട്ട്കം എത്രയാ? 1 അല്ലേ? ഒരൊറ്റ തവണയല്ലേ ഉള്ളൂ. നമ്മളോട് പ്രോബിലിറ്റി ഹെഡ് അല്ലേ ചോദിച്ചത്? P(h) എത്ര വരും? 1/2. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ ഹെഡിന് പകരം ടെയിൽ ചോദിച്ചാലോ? ഹെഡിന് പകരം ടെയിൽ ആണ് ചോദിക്കുന്നതെങ്കിൽ, ടെയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടെയിൽ ഒറ്റ തവണയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ടെയിൽ ഒറ്റ തവണയല്ലേ ഉള്ളൂ. P(tail) എന്താ? P(tail) എന്താ? 1/2 തന്നെ വരും. ഓക്കെ ആണല്ലോ? ടെയിൽ ഒരു തവണയല്ലേ ഉള്ളൂ. 1/2. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? അടുത്ത ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. ഇവിടെ 3 ടൈംസ് ആണ്. 3 ടൈംസ് ആണ്. ഒരു കോയിൻ 3 ടൈംസിൽ നമ്മൾ ടോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ടാവും? 2/3. എത്ര ഉണ്ട്? 8 ഔട്ട്കം നമുക്ക് ഉണ്ടാവും അല്ലേ? നമ്മളോട് എന്താ ചോദിച്ചത്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ആണ് ചോദിച്ചത് അല്ലേ? ഈ ഒരു പ്രോബ്ലത്തിൽ മാത്രം നമുക്ക് എല്ലാം ഒന്ന് എഴുതി നോക്കാം. ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്ത ഹെഡ് അങ്ങനെ ആയിക്കൂടെ? അല്ലെങ്കിൽ എങ്ങനെ കിട്ടാ? ഹെഡ് ടെയിൽ ഇങ്ങനെ വരാം. അല്ലെങ്കിൽ എങ്ങനെ വരാം? ഹെഡ് ടെയിൽ ഹെഡ്, അല്ലെങ്കിൽ ടെയിൽ ഹെഡ്. എക്സാമിന് ഒരിക്കലും ഇങ്ങനെ ഫുള്ള് എഴുതാൻ നിൽക്കരുതേ. ഇനി വേറെ ചാൻസ്, 2 ടെയിൽ 1 ഹെഡ്, അല്ലെങ്കിൽ എങ്ങനെ വരാം? ഹെഡ് ടെയിൽ. ഇത്രയും പോസിബിലിറ്റി അല്ലേ നമുക്കുള്ളൂ? ഇത്രയും പോസിബിലിറ്റി അല്ലേ വരാൻ ചാൻസ് ഉള്ളൂ? ടോട്ടൽ എത്ര പോസിബിലിറ്റി ഉണ്ട്? 8 എണ്ണായില്ലേ? നമ്മളോട് എന്താ ചോദിച്ചത്? 1 ഹെഡ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡ് എങ്കിലും കിട്ടാനുള്ള പോസിബിലിറ്റി ആണ് ചോദിച്ചത്. അപ്പം നമുക്ക് വരുന്ന റിസൾട്ടിൽ ഫേവറബിൾ ഔട്ട്കം എന്തായിരിക്കണം? ഹെഡ് ഒരു തവണയെങ്കിലും ഉണ്ടാവണം. ഒന്നിൽ കൂടുതൽ എത്ര തവണ വേണമെങ്കിലും വരാം, ഒന്നിൽ താഴെ ആവരുതെന്നുള്ളൂ. ഇവിടെ നോക്കടാ, ഈ ഒരു റിസൾട്ടിൽ നോക്ക്, ഹെഡ് ഒരു തവണയെങ്കിലും വരുന്ന എത്ര എണ്ണം ഉണ്ട്? ഇതിൽ ഹെഡ് വരുന്നില്ലേ? ഇതിലും വരുന്നില്ലേ? എല്ലാത്തിലും ഹെഡ് വരുന്നുണ്ട്. ഈ ഒരു സാധനത്തിൽ മാത്രം ഹെഡ് വരുന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ട് എത്ര ഔട്ട്കം ഉണ്ട്? 7 ഔട്ട്കംസ് ടോട്ടൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 7 ഔട്ട്കംസ് ഫേവറബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫേവറബിൾ ഔട്ട്കം എന്താണ്? 7 ആണ്. നമ്മളോട് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് അല്ലേ ചോദിച്ചത്? പ്രോബിലിറ്റി എത്ര വരും? 7 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാ? 8. 7/8 വരും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ടോട്ടൽ ഔട്ട്കം നമുക്ക് ആദ്യം അറിയാം. ഇനി ഹെഡ് അറ്റ്ലീസ്റ്റ് വരാനുള്ള ചാൻസ് എത്രയാ? 7 എണ്ണം. അപ്പൊ 7/8. എക്സാമിന് ഇതുപോലെ എഴുതാൻ നിൽക്കരുത് കേട്ടോ. നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? പ്രോബബിലിറ്റി 1ന്റെയും 0ന്റെയും 1ന്റെയും ഇടയ്ക്കല്ലേ ഉണ്ടാവുക. ഹെഡ് വരാതിരിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ ടെയിൽ വരാനുള്ള ചാൻസ് എത്രയാ? ഇവിടെ നമുക്ക് ഒരു ഐഡിയ കൂടി ഉപയോഗിക്കാം. ഹെഡ് അറ്റ്ലീസ്റ്റ് 1 അല്ലേ ചോദിച്ചത്? അപ്പൊ ഹെഡ് നോ വരാനുള്ള, നോ ഹെഡ്, പ്രോബബിലിറ്റി ഓഫ്
നോ ഹെഡ് കാണാം. ഹെഡ് വരാതിരിക്കാനുള്ള ചാൻസ് ഒറ്റൊന്നല്ലേ ഉള്ളൂ. ഹെഡ് വരാതിരിക്കാനുള്ള ചാൻസ് ഒറ്റൊന്നല്ലേ ഉള്ളൂ. എത്ര വരും? 1/8 ആണ്. അപ്പം അറ്റ്ലീസ്റ്റ് 1 ഹെഡിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് 1 - 1/8 ചെയ്താൽ മതി. എത്ര വരും? 7/8 വരും. ഓക്കെ ആണല്ലോ. അടുത്ത, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ടെയിൽ വെൻ 2 coins ആർ ടോസ്ഡ് സൈമിൾട്ടേനിയസ്ലി? ഇവിടെ നോക്ക്, 2 കോയിൻ ആണ് ഞാൻ ടോസ് ചെയ്തത്. 2 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ടാവും? 2/2. എത്ര ഉണ്ടാവും? 4 ഔട്ട്കംസ് ഉണ്ടാവും. ആണല്ലോ. ഇനി ഫേവറബിൾ ഔട്ട്കംസ് നോക്കടാ. ഫേവറബിൾ ഔട്ട്കംസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് എന്താ വേണ്ടത്? നോട്ട് ഗെറ്റിംഗ് എ ടെയിൽ. ടെയിൽ നമുക്ക് വേണ്ട. ടെയിൽ ഇല്ലാത്തത് ഏതാന്നാ ചോദിച്ചത്. അതായത് എല്ലാ ഹെഡ് ടെയില് ഹെഡ് ടെയില്. ഇവിടെ നോക്ക്, ഇത്രയും പോസിബിലിറ്റി അല്ലേ നമ്മളെ കയ്യിലുള്ളത്. ഇതിൽ ടെയിൽ വേണ്ടാത്തത്, ടെയിൽ ഇല്ലാത്തത് ഒരു സ്ഥലത്ത് മാത്രമല്ലേ ടെയിൽ വരാതിരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളെ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 1 ആണ്. നമ്മളെ പ്രോബിലിറ്റി ചോദിക്കുമ്പോൾ 1/8 പ്രോബിലിറ്റി എങ്ങനെ ചെയ്യണം? 1/4 ചെയ്താൽ മതി അല്ലെ. ഫേവറബിൾ 1 ആണ്. ടോട്ടൽ എത്രയാണ്? 4 ആണ്. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി അല്ലേ വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ വെറുതെ എഴുതി നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. ഹെഡ് വരാ നോട്ട് ഗെറ്റിംഗ് എ ടെയിൽ വരാതിരിക്കുന്ന 2 തവണ ഹെഡ് വരുന്ന ഒറ്റ തവണയല്ലേ വരുള്ളൂ. അപ്പൊ 1/8 വരുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത്, there are 6 white, 2 black and 3 red balls in a box. The ball is ഓക്കെ. ഇവിടെ നമ്മള് കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ നമ്മൾ നോർമൽ മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മളെ കയ്യിൽ 6 വൈറ്റ് ബോൾ ഉണ്ട്, പിന്നെ 2 ബ്ലാക്ക് ബോൾ ഉണ്ട്, പിന്നെ 3 റെഡ് ബോളും ഉണ്ട്. ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളത്. നമുക്ക് ടോട്ടൽ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി എത്ര ഉണ്ട്? ടോട്ടൽ ഔട്ട്കംസ് എത്ര ഉണ്ട്? 6, 2, 3 ഒക്കെ കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 11. ടോട്ടൽ ഔട്ട്പുട്ട് എത്ര ഉണ്ടാവും? 11 ബോൾസ് ഉണ്ട് ടോട്ടൽ അല്ലെ. ഒരു ബാഗിൽ 11 ബോൾസ് ഉണ്ട് ടോട്ടൽ. ഇനി നമ്മളോട് ചോദിക്കുന്നത്, ഇഫ് എ ബോൾ ഈസ് ത്രോൺ അറ്റ് റാൻഡം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി വൈറ്റ്? വൈറ്റ് അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാ ചോദിച്ചത്. അതായത് ഞാൻ ഈ ബോളുകളിൽ നിന്ന് ഈ ഒരു പെട്ടിയിൽ, ഇതെല്ലാം കൂടി ഒരു പെട്ടിയിൽ ഞാൻ ഇട്ട് വെച്ചു, ഇത് ഞാനൊരു ബോൾ എടുക്കുമ്പോൾ വൈറ്റ് അല്ലാതിരിക്കണം. അപ്പൊ എനിക്ക് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം 11 ആണ്. ഇനി ഫേവറബിൾ ഔട്ട്കം എത്ര ഉണ്ട്? വൈറ്റ് അല്ലാതെ, വൈറ്റിനെ അങ്ങോട്ട് മാറ്റി വെക്കുക. വൈറ്റ് നമുക്ക് ആവശ്യമില്ലല്ലോ. വൈറ്റിനെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ 2ഉം 3ഉം ഫേവറബിൾ ആയിട്ട് നമുക്ക് എന്തേ ഉള്ളൂ? 5 ഔട്ട്പുട്ടും കിട്ടും അല്ലെ. ഫേവറബിൾ ഔട്ട്പുട്ട് എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. നമ്മളോട് എന്താ ചോദിച്ചത്? വൈറ്റ് അല്ലാത്തതല്ലേ ചോദിച്ചത്. അപ്പൊ വൈറ്റിനെ ഒന്ന് മാറ്റി വെക്കുക. ബാക്കി ഏതൊക്കെ ഉണ്ട്? 2 ബ്ലാക്കും 3 റെഡും. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 5 ഔട്ട്കം നമുക്ക് ഫേവറബിൾ ആയിട്ട് എടുക്കാം. ഈ 6 എടുക്കണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഫേവറബിൾ ആയിട്ട് 5 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മളോട് എന്താ പ്രോബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് വൈറ്റ് എന്ത് വരും? 5/11. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ വരും. മനസ്സിലായല്ലോ? ഇതുപോലെ നോട്ട് വൈറ്റ് എന്ന് വന്നാൽ, ഇതുപോലെ ഒരു പെർട്ടിക്കുലർ കളർ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ കളറിനെ മാത്രം ഒഴിവാക്കുക, ബാക്കിയുള്ളത് വെച്ച് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അടുത്ത, there are 6 white balls and 7 black balls in a box. 2 balls are drawn at. ഇവിടെ നോക്ക്, ഇവിടെ 2 ബോൾസ് ആണ് എടുക്കുന്നത്. 6 വൈറ്റ് ബോളും ഉണ്ട്, അതുപോലെ എന്തുണ്ട്? 7 ബ്ലാക്ക് ബോളും ഉണ്ട്. 2 ബോൾസ് ഞാൻ അറ്റ് എ ടൈം എടുത്തു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ഡിഫറെന്റ് കളേഴ്സ്? രണ്ടും ഡിഫറെന്റ് കളർ ആവണം. ഈ കാര്യം ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആൻഡ് അതുപോലെ ഓർ, ഈ സിമ്പിൾ നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കണ്ട, 2 ബോൾസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് എത്ര ഉണ്ട്? ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? 13 അല്ലേ. 6ഉം 7ഉം കൂട്ടിയാ 13 അല്ലേ ടോട്ടൽ ഔട്ട്പുട്ട്? അതവിടെ നിൽക്കട്ടെ. ഇനി നോക്ക്, രണ്ടും ഡിഫറെന്റ് കളർ ആവണം. ഞാൻ ആദ്യം ഒരു ബോൾ എടുത്തു. ആദ്യം ഞാൻ ഒരു ബോൾ അങ്ങ് പിക്ക് ചെയ്തു. അത് വൈറ്റ് ആണെന്ന് വിചാരിക്കുക. ആദ്യം ഞാൻ ബോൾ എടുത്തത് വൈറ്റ് ആണ്. ആൻഡ് 2 ബോൾ എടുക്കണ്ടേ? ആൻഡ് പിന്നെ ഞാൻ എടുത്തത് എന്താ? ബ്ലാക്ക് ആണ്.
എന്നാലല്ലേ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇനി സപ്പോസ് ആദ്യം വൈറ്റ് തന്നെ വരണം എന്നുണ്ടോ? ആദ്യം ഞാൻ എടുക്കുമ്പോൾ ബ്ലാക്ക് ആയാലോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഓർ ആദ്യത്തത് ബ്ലാക്ക് ആയി ആൻഡ് അടുത്തത് വൈറ്റ് ആയി. ഇങ്ങനെയും കണ്ടീഷൻ വന്നൂടെ? ഈ രണ്ട് തരത്തിൽ പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പം ഞാൻ ഇതിന്റെ ഓരോന്നിന്റെ പോസിബിലിറ്റിയും കാണണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ശരിയാവുള്ളൂ. ഇവിടെ നോക്ക്, ആദ്യം വൈറ്റ് ആണെങ്കിൽ വൈറ്റ് എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാ? 6/13 അല്ലേ വരിക? 6 13 6 വൈറ്റ് എടുത്തു. ആൻഡിന്റെ സിമ്പൽ എത്രയാ? ആൻഡിന്റെ സിമ്പൽ എന്തിയാ? ഇൻറ്റു അല്ലേ നമ്മൾ കൊടുക്കുക. ആൻഡിന്റെ സിമ്പല് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ആൻഡ് എന്ന് വന്നാൽ നമ്മൾ ഇൻറ്റു സൈൻ കൊടുക്കണം. ഇവിടെ എന്താണ്? വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അപ്പം എന്ത് കൊടുക്കണം? ഇവിടെ സിമ്പല് ഇൻറ്റു കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇനി ബ്ലാക്ക് ആണ് അടുത്തെടുത്തത്. ഇവിടെ ഞാനിപ്പം 13 ഒന്നെടുത്തു, വൈറ്റ് എടുത്തു. ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 12 അല്ലേ ബാക്കിയുള്ളൂ. ഇനി 12 അല്ലേ ബാക്കിയുള്ളൂ. അത് ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ആദ്യം 13 ഒന്ന് എടുത്തു കഴിഞ്ഞു, വൈറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി 12 ബാക്കിയുള്ളൂ. ഇവിടെ നമുക്ക് ഫേവറബിൾ ആയിട്ട് ബ്ലാക്ക് ഇല്ലേ? 7 ബ്ലാക്കും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പം ആദ്യത്തെ കേസ് നമ്മൾ എങ്ങനെ എഴുതാ? വൈറ്റ് ആൻഡ് ബ്ലാക്ക്. വൈറ്റ് 6 13 ചൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് 13 ഒന്ന് നമുക്ക് പോയി. ഇനി 12 ബാക്കിയുള്ളൂ. 12 7 ചൂസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഓർ അല്ലേ? ഓർ വരുമ്പോൾ എന്ത് സിമ്പലാ നമ്മൾ കൊടുക്കുക? പ്ലസ് സിമ്പൽ അല്ലേ കൊടുക്കുക? അപ്പൊ ഞാൻ ഇവിടെ പ്ലസ് ഇട്ട് കൊടുത്തു. ഇനി ആദ്യം ഞാൻ ബ്ലാക്ക് എടുത്തു. ആദ്യം ബ്ലാക്ക് എടുക്കുമ്പോൾ 13 7 ചൂസ് ചെയ്യാലോ. അടുത്തത് വൈറ്റ് ആണ് അടുത്തത് എടുക്കേണ്ടത്. വൈറ്റ് ആണ് എടുക്കേണ്ടത്. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഇനി 12 ഉള്ളൂ. 12 ഉള്ളൂ. അതിന്ന് എത്ര ചൂസ് ചെയ്യാൻ പറ്റും? 6 എടുക്കാൻ പറ്റും അല്ലെ? 6/12. ഇവിടെ ആൻഡ് ആയതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ ആൻഡും ഓറും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്? വൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ്, ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ പോസിബിലിറ്റിനെ നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്ന വേണം. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്തു നോക്കാം. രണ്ടുപേരും സോറി അപ്പം 7/26 പ്ലസ് 7/26 ഇങ്ങനെയല്ലേ വരുന്നത്? എന്ത് വരും? 14/26 അല്ലെങ്കിൽ എന്ത് വരും? 7/13 വരും. ആൻസർ എന്ത് വരും? 7/13. ഏത് വരും? ഓപ്ഷൻ സി. നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? ഓപ്ഷൻ സി 7/13 വരും. ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇങ്ങനെ രണ്ട് തരത്തിൽ നമ്മൾ ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി നോക്കടാ, ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം? കോമ്പിനേഷൻ വെച്ചും ചെയ്യാം. ഈ ഒരു പ്രോബ്ലം നമുക്ക് കോമ്പിനേഷൻ വെച്ചും ചെയ്യാം. അതും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കോമ്പിനേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതേ പ്രോബ്ലം നമുക്ക് കോമ്പിനേഷൻ വെച്ചും ചെയ്യാം. കോമ്പിനേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എത്ര എണ്ണം സെലക്ട് ചെയ്യണം? 2 ബോൾസ് സെലക്ട് ചെയ്യണം. 2 ബോൾസ് സെലക്ട് ചെയ്യണം അല്ലെ? ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 13 ബോളിന്ന് 2 സെലക്ട് ചെയ്യേണ്ടത്. അപ്പം 13 എന്നും ഇതെന്താണ്? 6 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം? 13 ബോളിന്ന് 2 ബോൾ സെലക്ട് ചെയ്യണം. ഇതാണ് നമ്മളെ എന്ത്? ടോട്ടൽ ഔട്ട്കം. ഇതാണ് നമ്മളെ ടോട്ടൽ ഔട്ട്കം വരുന്നത്. ഇനി നോക്കടാ, ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും ആണോ? അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ആദ്യത്തത് 6C1 എന്ന് കൊടുക്കണം. ആൻഡ് അടുത്തത് എന്തായിരിക്കണം? 7C1. ആദ്യത്തത് വൈറ്റും രണ്ടാമത്തത് ബ്ലാക്കുമാണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയല്ലോ. ഇത് തല തിരിഞ്ഞും വരാം. കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഇതുപോലെ പ്ലസ് ഇട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ആദ്യത്തത് വൈറ്റും രണ്ടാമത്തത് ബ്ലാക്കും, അല്ലെങ്കിൽ ഇത് തല തിരിഞ്ഞും വരാം. ടോട്ടൽ എത്ര നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്? 13C2. ഇങ്ങനെയും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. 6C1 into 7C1 divided by 13C2. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? കോമ്പിനേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആൻഡും അതുപോലെ ഓറും യൂസ് ചെയ്യേണ്ടത്. ആൻഡും ഓറും വരുമ്പോൾ എന്ത് സിമ്പിൾ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത്, there are 10 black and 5 white balls in a vase. 2 balls. 2 ബോളും ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു 2 ബോളും ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? വൈറ്റ് ബോൾസിനെ നമുക്ക് എന്ത് ചെയ്യണ്ട? ഇവിടെ മൈൻഡ് ആക്കിയേ വേണ്ട. ഇതൊന്ന് കോമ്പിനേഷൻ വെച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്ക്, ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്?
15 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഫേവറബിൾ ആയിട്ട് എത്ര എണ്ണം ഉണ്ട്? 5 വൈറ്റ് ബോൾസ് മാത്രമല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 5 വൈറ്റ് ബോൾസ് 2 എടുക്കണം. അതാണ് നമ്മളെ ഫേവറബിൾ ഔട്ട്കം. 5 വൈറ്റ് ബോൾസ് 2 എടുക്കണം. ഇനി ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? 15 വൈറ്റ് ബോൾസ് 2 എടുക്കുന്നതാണ് ടോട്ടൽ ഔട്ട്കം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? 5C2 ഡിവൈഡഡ് ബൈ 15C2 ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്ക്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ നോർമൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? ടോട്ടൽ 15 എണ്ണാണുള്ളത് അല്ലേ? ആദ്യത്തത് എന്ത് ചെയ്യണം? 5 എണ്ണം സെലക്ട് ചെയ്യാം. 15 എണ്ണത്തിൽ നിന്ന് ആദ്യത്തത് 5 എണ്ണം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തത് 14 എണ്ണം അല്ലേ ബാക്കിയുള്ളൂ, അതിന്ന് 4 എണ്ണം സെലക്ട് ചെയ്യാം. ഇത്രയും പോസിബിലിറ്റി അല്ലേ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ആദ്യത്തത് വൈറ്റ് ബോൾ ആയിരിക്കണം, രണ്ടാമത്തതും വൈറ്റ് ആയിരിക്കണം, ബ്ലാക്ക് ബോൾ പറ്റൂല, അതല്ലേ പറഞ്ഞത്? സോറി മാറിപ്പോയി അല്ലേ? രണ്ടും ബ്ലാക്ക് ആവേണ്ട കേസല്ലേ പറഞ്ഞത്? നമുക്കിവിടെ ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ 15 ഔട്ട്കം ഉണ്ട്. ടോട്ടൽ ഔട്ട്പുട്ട് എത്ര ഉണ്ട്? 15 ഉണ്ട്. നമ്മളോട് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ ബ്ലാക്ക്? രണ്ടും ബ്ലാക്ക് ആവാൻ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം അല്ലേ ഉള്ളത്? ഇവിടെ നോക്ക്, രണ്ടും ബ്ലാക്ക് ആവണമെങ്കിൽ ഞാൻ 15 എണ്ണത്തിൽ നിന്ന് ആദ്യം ഞാൻ 10 എണ്ണം ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അടുത്തത് 9 എണ്ണം അല്ലേ എനിക്കിവിടെ ബാക്കിയുള്ളൂ അല്ലേ? 9 ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്താൽ ബാക്കി എത്ര എണ്ണം? 9 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ? 14 എണ്ണേ ഉള്ളൂ. ഇത് എന്ത് വരും? റിസൾട്ട് എന്ത് വരും? 3/7 വരും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. കിട്ടിയിരുന്നു നിങ്ങൾക്ക്? രണ്ടും ബ്ലാക്ക് ആണ്. അപ്പം ആദ്യത്തത് ബ്ലാക്ക് ആയി, രണ്ടാമത്തതും ബ്ലാക്ക് ആവണം. അങ്ങനെ ചെയ്താൽ പോരെ? ഇവിടെ ആൻഡ് ആയോണ്ട് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുക്കണം. ആദ്യത്തെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 10/15 ചെയ്യാം. അടുത്ത ബ്ലാക്ക് എടുക്കാൻ ഒരു ബ്ലാക്ക് എണ്ണം കുറവുണ്ട്. അപ്പൊ എന്ത് എടുക്കാൻ പറ്റുള്ളൂ? 9 എണ്ണം എടുക്കാൻ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ 15 എണ്ണത്തിൽ നിന്ന് ഞാൻ ആദ്യം സെലക്ട് ചെയ്തല്ലോ, 14 എടുക്കണം. ഇത് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? 3/7 വരും. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കടാ. ഒരു ബാഗിൽ 1 മുതൽ 20 വരെ നമ്പർ ചെയ്ത ബോൾസ് ഉണ്ട്. 1, 2 ഇങ്ങനെ നമ്പർ ചെയ്തിട്ട് 20 വരെ നമ്പർ ചെയ്ത ബോൾസ് ഉണ്ട്. ഞാൻ ഒരു ബോൾ എടുത്താൽ ആ ബോള് 3ന്റെയോ 5ന്റെയോ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ടോട്ടൽ എത്ര ഔട്ട്കം ഉണ്ട് നോക്കണം. ഇവിടെ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 20 ബോൾസ്. 1 മുതൽ 20 വരെ എത്ര ബോൾസ് ഉണ്ട്? ടോട്ടൽ ഔട്ട്പുട്ട് എത്ര ഉണ്ട്? 20 ബോൾസ് ഉണ്ട്. ഇനി ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം നോക്കണമെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ നോക്കാം. 1 മുതൽ 20 വരെ 3ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 3 ഉണ്ട്, 6 ഉണ്ട്, 9, 12, 15, 18. ഇത്രയല്ലേ 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളത്. ഇനി 5ന്റെ മൾട്ടിപ്പിളോ? 5, 10, 15, 20 അല്ലേ? ഇതിലെടാ ഈ 15 രണ്ട് സ്ഥലത്തും കോമൺ ആയതുകൊണ്ട് നമ്മൾ ഒരു 15നെ മാത്രം കൂട്ടിയാൽ മതി. ടോട്ടൽ എത്ര ഫേവറബിൾ ഔട്ട്കം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. ടോട്ടൽ 9 ഫേവറബിൾ ഔട്ട്കം അല്ലേ ഉള്ളത്. 15 ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം കൂട്ടിയാൽ മതി. ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. നമ്മളോട് ചോദിച്ചാൽ എന്താ? ഈ ഒരു ബോൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 3ന്റെ അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബിലിറ്റിയാ ചോദിച്ചത്. നമുക്ക് 9 തരത്തിൽ പോസിബിലിറ്റി ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 20 ഉണ്ട്. അപ്പൊ പ്രോബിലിറ്റി എത്ര വരും? പ്രോബിലിറ്റി എന്ത് വരും? P = 9/20 വരും. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ. അടുത്ത് നോക്കടാ. A bag contains 2 red, 3 green and 2 balls drawn in random. What is the probability that none of the balls drawn are blue? ഇവിടെ നോക്ക്, ഒരു ബാഗിൽ 2 റെഡ് ഉണ്ട്, 3 ഗ്രീൻ ഉണ്ട് ആൻഡ് 2 ബ്ലൂ ബോൾസ് ഉണ്ട്. 2 ബോൾ എടുത്തു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദ ബോൾസ് ആർ ബ്ലൂ? രണ്ടും എന്തല്ല? ബ്ലൂ അല്ല. അതായത് നമുക്ക് ഇവിടെ ബ്ലൂ ബോൾസിന്റെ എണ്ണം നോക്കുക വേണ്ട. ഈ ബ്ലൂ ബോൾസിന്റെ എണ്ണം നോക്കുക വേണ്ട അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടാത്തത് എന്താണോ അതിനായിട്ട് ഒഴിവാക്കി വെച്ചാൽ മതി. ടോട്ടൽ എത്ര ഔട്ട്കം ഉണ്ട്? ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? 5, 7 ഔട്ട്കം ഉണ്ട് അല്ലെ? ടോട്ടൽ എത്ര ഉണ്ട്? 7 ഔട്ട്കം ഉണ്ട്.
ആദ്യത്തെ നോക്കടാ. ഇനി ഫേവറബിൾ ഔട്ട്കം നോക്കാം. ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണത്തിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 5 എണ്ണം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കാം, പ്രോബിലിറ്റി ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ എന്താണ്? ആദ്യത്തത് റെഡായി, രണ്ടാമത്തെ ഗ്രീൻ ആയി. അങ്ങനെ ഒരു പ്രോബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ എന്ത് വരാ, ഗ്രീന് റെഡ് വരാ, അല്ലെങ്കിൽ എന്ത് വരാ, റെഡ് വരാ, അല്ലെങ്കിൽ എന്ത് വരാ, ഗ്രീന് വരാ. അല്ലെ? ഇത്രയും ടൈപ്പിലല്ലേ നമുക്ക് വരുള്ളൂ. കാരണം ബ്ലൂ ബോൾസ് നമുക്ക് എന്ത് ചെയ്യണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള സമയത്താണ്, ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നോക്കടാ, ഇത് കാൽക്കുലേറ്റ് ആയി പോലെ ഓരോന്നും കണ്ടുപിടിച്ച് എഴുതുമ്പോൾ. ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് കോമ്പിനേഷന്റെ ഉപകാരം വരിക. കോമ്പിനേഷൻ ചെയ്യേണ്ടത് നോക്കടാ. ഇവിടെ എങ്ങനെയാ കോമ്പിനേഷൻ ചെയ്യേണ്ടത് നോക്കാം. ടോട്ടൽ എത്ര? 7 ഔട്ട്കം ആണുള്ളത് അല്ലെ? നമുക്ക് പോസിബിൾ ആയിട്ട് 2ഉം 3ഉം 5 എണ്ണത്തിന്ന് 2 ബോൾസിനെ സെലക്ട് ചെയ്താൽ പോരെ? ഈ 2നെ നോക്കണോ? വേണ്ടല്ലോ. നമുക്ക് ടോട്ടൽ എത്ര എണ്ണം? 7 എണ്ണത്തിന്ന് 2 എണ്ണത്തിനെ സെലക്ട് ചെയ്യണം അല്ലേ? ഡിവൈഡ്. ഇനി നമുക്ക് എടുക്കേണ്ടത് ഏതൊക്കെയാ? ഈ 2നും 3നും മാത്രം. അതായത് 5 എണ്ണത്തിന്ന് 2 എണ്ണത്തിനെ സെലക്ട് ചെയ്യണം. ഫേവറബിൾ ആയിട്ട് 5 എണ്ണത്തിന്ന് 2 എണ്ണത്തിനെ സെലക്ട് ചെയ്യണം. ഇതല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ, ഇതല്ലേ നമ്മളെ ആൻസർ. 5c2 ഡിവൈഡഡ് ബൈ 7c2 അല്ലേ വരിക? 5c2 ഡിവൈഡഡ് ബൈ 7c2 എന്ത് വരും? എങ്ങനെ എഴുതുക? 5 × 4 × 3 × 2 × 1 ഡിവൈഡഡ് ബൈ 5 - 2 എത്ര വരും? 3 അല്ലേ? 3 × 2 × 1 × 2 ഓൾ ഡിവൈഡഡ് ബൈ 7 × 6 × 5 × all divided by 5 × ഇതല്ലേ വരിക? ഇതിൽ നോക്കടാ, കോമൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാ, അങ്ങ് വെട്ടിപ്പോവാ. 5ഉം 4ഉം ഇവിടുന്ന് കട്ടായി. 20/42 വരും. എന്ത് വരും? 20/42. ഓപ്ഷനിലുണ്ടോ? 10/21 വരും. ഓപ്ഷൻ ഏതാണ്? 10/21. മനസ്സിലായോ? നമുക്ക് ഇവിടെ നോക്കടാ, എങ്ങനെ പ്രോബിലിറ്റി ചെയ്യണം. രണ്ടും ഒന്ന് റെഡ് ആവാ, ഒന്ന് ഗ്രീൻ ആവാ, അല്ലെങ്കിൽ ഗ്രീൻ ആവാ റെഡ് ആവാ, അല്ലെങ്കിൽ എങ്ങനെ വരാ, റെഡും വരാ, അല്ലെങ്കിൽ ഒരു പ്രോബിലിറ്റി കൂടി ഉണ്ട്, എന്താവാ, ഗ്രീനും വരാ അല്ലെ? നമുക്ക് ഇത് കാൽക്കുലേറ്റീവ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കോമ്പിനേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ സെലക്ട് ചെയ്യാം? 7 എണ്ണാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. 7 എണ്ണത്തിന് 2 എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ടോട്ടൽ ആയിട്ടുള്ളത്, ടോട്ടൽ ഔട്ട്പുട്ട്. അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കം നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണത്തിന് 2 എണ്ണത്തിന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇനി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണത്തിന് അതുപോലെ 2 എണ്ണത്തിന് സെലക്ട് ചെയ്യണം. 5 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 2 എണ്ണത്തിന് സെലക്ട് ചെയ്യണം. അപ്പൊ ടോട്ടലും ഫേവറബിളും കിട്ടിക്കഴിഞ്ഞാൽ റേഷ്യോ കണ്ടാ പോരെ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? അടുത്ത ഇനി കാർഡ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ബോൾസിന്റെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മൾ ഈ കാർഡ്സിന്റെ ടൈപ്പ് എന്നാണ്. ഇനി നോക്കടാ, ഒരു കാർഡ് ഞാൻ റാൻഡം ആയിട്ട് ഒരു പാക്ക് ഓഫ് കാർഡിന് എടുത്തു. ഒരു പാക്ക് ഓഫ് കാർഡിൽ, ഒരു കാർഡിന്റെ പാക്കിൽ എത്ര കാർഡ്സ് ഉണ്ടാവും? ടോട്ടൽ എത്ര ഉണ്ടാവും? 52 കാർഡ്സ് ഉണ്ടാവും. ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും? 52 കാർഡ്സ് ഉണ്ടാവും. ഞാൻ ഒരു കാർഡിന്റെ പാക്ക് എടുത്തു കഴിഞ്ഞാൽ 52 കാർഡ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, ഈ 52 കാർഡ്സിന് ഗെറ്റിംഗ് എ ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. ഫേസ് കാർഡിന്റെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കിങ്, ക്യൂന്, ജാക്ക് വരുന്നതാണ് എന്ത്? ഫേസ് കാർഡ്. ഇത് എത്ര എണ്ണം ഉണ്ടാവും? കിങ് 4 എണ്ണം ഉണ്ടാവും, ക്യൂന് 4 എണ്ണം ഉണ്ടാവും, ജാക്ക് 4 എണ്ണം ഉണ്ടാവും. ഇത് നേരത്തെ പറഞ്ഞതല്ലേ. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 12 ഫേസ് കാർഡ് ഉണ്ട്. ഒരു പാക്കിൽ എത്ര ഫേസ് കാർഡ് ഉണ്ടാവും? 12 ഫേസ് കാർഡ് ആണ് ഒരു പാക്കിൽ ഉണ്ടാവുക അല്ലെ? അപ്പൊ നമ്മളെ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 12 ആണ്. ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? 52 ഉണ്ട്. നമ്മളോട് പ്രോബിലിറ്റി, ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലേ ചോദിച്ചത്. അപ്പൊ എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 52. പ്രോബിലിറ്റി എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 52 എത്ര വരും? 3 ഡിവൈഡഡ് ബൈ 13 വരും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ?
അടുത്ത് 2 cards. ഓക്കെ, ഇവിടെ നോക്കടാ, നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. രണ്ട് കാർഡ്സ് ഞാൻ എടുത്തു. ആദ്യം നോക്കടാ, ആദ്യത്തത് ബ്ലാക്ക് ആയി, രണ്ടാമത്തത് എന്തായി, ആൻഡ് രണ്ടാമത്തത് റെഡ് ആയി. ഓർ ആദ്യത്തത് റെഡ് ആയി ആൻഡ് രണ്ടാമത്തത് എന്തായി, ബ്ലാക്ക് ആയി. ഇങ്ങനെ വരാലോ. ഇനി നമുക്ക് പ്രോബബിലിറ്റി എന്ന് നമ്മൾ നോർമൽ മെത്തേഡിൽ ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തത് ബ്ലാക്ക് ആവാൻ ടോട്ടൽ എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ട്? 26 ബ്ലാക്ക് കാർഡ് ഉണ്ട്. ടോട്ടൽ എത്ര? 52. 52-ൽ 26 വന്നു അല്ലേ? ബ്ലാക്ക് കാർഡ് വരാനുള്ള പ്രോബിലിറ്റി 26/52. ഇനി അടുത്തത് ആൻഡ് അല്ലേ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം ഇടണ്ടേ? ഇനി റെഡ് കാർഡ് ആണ് അടുത്തത് കിട്ടേണ്ടത്. കാരണം രണ്ടും ഡിഫറെന്റ് കാർഡല്ലേ ആവേണ്ടത്. വൺ കാർഡ് ഈസ് റെഡ് ആൻഡ് അതർ കാർഡ് ഈസ് ബ്ലാക്ക് അല്ലേ വരുന്നത്. അപ്പം റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലേ നോക്കേണ്ടത്. റെഡ് കാർഡ് എത്ര എണ്ണം ഉണ്ട്? 26 തന്നെ ഉണ്ട്. കാരണം റെഡ് കാർഡ് നമ്മൾ എടുത്തിട്ടില്ലല്ലോ. ഡിവൈഡഡ് ബൈ, ഇവിടെ നേരത്തെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചല്ലോ. അപ്പൊ ഈ 52 ഉള്ളത് എന്തായി? 51 മാറി. അങ്ങനെ ചെയ്യണ്ടേ? കാരണം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എണ്ണം കുറഞ്ഞില്ലേ. അപ്പൊ 51 കാർഡിൽ 26 എണ്ണം എടുത്താൽ റെഡ് കാർഡ് വരാം. ഇനി അടുത്ത ഇവിടുത്തെ സിമ്പൽ എന്താ? ഓർ ആണ്, പ്ലസ് ഇട്ടു. ഇനി റെഡ് കാർഡ് അല്ലേ നമ്മൾ എടുക്കുന്നത്? റെഡ് കാർഡ് അല്ലേ ഞാൻ എടുക്കുന്നത്? റെഡ് കാർഡ് 26 റെഡ് കാർഡ് ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 52 ഉണ്ട് അല്ലെ? ഇവിടെ ഓർ ആണ്, അതുകൊണ്ടാണ് പ്ലസ് ചിഹ്നം. ഇനി ആൻഡ്, അല്ലെങ്കിൽ എങ്ങനെ വരാ? ബ്ലാക്ക് കാർഡ് 26 എണ്ണം ഉണ്ട്. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഒന്ന് ഇവിടെ എടുത്തു കഴിഞ്ഞു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 51 ഉള്ളൂ. മനസ്സിലായോ? ഇത് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 2 13. 2 13. അപ്പം 13/51 പ്ലസ് 13/51 എത്ര വരും? 26/51. നമ്മളെ ടോട്ടൽ പ്രോബിലിറ്റി എത്ര വരും? 26/51. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ആദ്യത്തെ ബ്ലാക്ക് ആവാം, രണ്ടാമത്തെ റെഡ് ആവാം. അല്ലെങ്കിൽ എങ്ങനെ വരാം? ആദ്യത്തെ റെഡ് ആവാം, രണ്ടാമത്തത് ബ്ലാക്ക് ആവാം. ഈ രണ്ട് പോസിബിലിറ്റിയും ഇല്ലേ? അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യണ്ടേ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 26/51 വരും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ബ്ലാക്ക് കിങ്സ് ആൻഡ് ക്യൂൻസ് ആർ ഡ്രോൺ ഫ്രം എ ഡെക്ക് ഓഫ് 52 കാർഡ്സ്. വൺ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം ദ റിമൈനിങ് വെൽ ഷഫിൾഡ് കാർഡ്. ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്പേഡ് കാർഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലാക്ക് കിങ്ങും ക്യൂനുമാണ് ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കിയത്. ബ്ലാക്ക് കിങ്ങും ക്യൂനുമാണ് എടുത്ത് ഒഴിവാക്കിയത്. ബ്ലാക്ക് കിങ്ങും ബ്ലാക്ക് ക്യൂനും അല്ലേ? അപ്പം എത്ര ബ്ലാക്ക് കിങ്ങുകളുണ്ട്? ബ്ലാക്ക് കാർഡ് എത്ര എണ്ണം ഉണ്ടാ? 26 എണ്ണം ഉണ്ട്. 13 സ്പേഡും ഉണ്ട്, അതുപോലെ 13 സ്പേഡും ഉണ്ട്, 13 ക്ലബും ഉണ്ട് അല്ലെ? അങ്ങനെ 26 കാർഡാണ് ബ്ലാക്ക് കാർഡ് ഉള്ളത്. ബ്ലാക്ക് കാർഡ് എത്ര എണ്ണം ഉണ്ട്? 26 എണ്ണം ഉണ്ട്. 13 സ്പേഡും ഉണ്ട്, 13 ക്ലബും ഉണ്ട്. അപ്പം ഈ ഓരോ 13-ലും ഇതിലൊരു കിങ് ഉണ്ടാവും, ഒരു ക്യൂനും ഉണ്ടാവും, ഇതിലൊരു കിങ്ങും ഉണ്ടാവും, ഒരു ക്യൂനും ഉണ്ടാവും അല്ലെ? അപ്പം ബ്ലാക്ക് കിങ്ങും ക്യൂനും ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ എത്ര ടോട്ടൽ എത്ര കിങ്ങും ക്യൂനും പോയി? 1 2 1 2 4 എണ്ണം. 4 കാർഡ്. ഈ 52 കാർഡിൽ നിന്നും എത്ര എണ്ണം പോയി? 4 എണ്ണം പോയി. കാരണം എന്താ? ബ്ലാക്ക് കിങ് 2 എണ്ണം ഉണ്ട്, ബ്ലാക്ക് ക്യൂനും 2 എണ്ണം ഉണ്ട്. അപ്പൊ 4 എണ്ണം പോയി. അപ്പോൾ ഇപ്പൊ നമ്മുടെ ടോട്ടൽ ഔട്ട്കം എത്ര വരുള്ളൂ? അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ് എത്ര വരുള്ളൂ? 48 വരുള്ളൂ. 48 അല്ലേ വരുള്ളൂ. ടോട്ടൽ ഔട്ട്പുട്ട് എത്ര ഉണ്ടാവും? 48 ഉണ്ടാവും. ഇത് നമ്മളോട് ചോദിച്ചാൽ എന്താ? ഞാൻ ഒരു കാർഡ് എടുത്താൽ അത് സ്പേഡ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. ഇനി നോക്കടാ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ബ്ലാക്ക് കാർഡിൽ 26 കാർഡ് ഉണ്ട്, 13 സ്പേഡ്, 13 ക്ലബ് അല്ലെങ്കിൽ ക്ലാവർ ഉണ്ടാവും. ഈ 13 സ്പേഡിൽ നിന്ന് 2 കാർഡ് ഞാൻ ഇപ്പൊ ഒഴിവാക്കി. ബാക്കി എത്ര സ്പേഡ് ഇനി നമ്മളെ സെറ്റിൽ ഉണ്ടാവുള്ളൂ? നമ്മളെ പാക്കിൽ എത്ര സ്പേഡേ ഉണ്ടാവുള്ളൂ? 11 സ്പേഡ് അല്ലേ ഉണ്ടാവുള്ളൂ? 11 സ്പേഡേ നമ്മളെ കയ്യിൽ ഇനി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 11 ആണ്. അത് മനസ്സിലായോ? കാരണം 2 ബ്ലാക്കും 2 ബ്ലാക്ക് കിങ്ങും 2 ക്യൂനും പോയി. അതിൽ നിന്ന് ഒരു ബ്ലാക്ക് കിങ് എവിടുന്നാ പോയത്? സ്പേഡിൽ നിന്നാണ്. ഒരു ബ്ലാക്ക് ക്യൂന് എവിടുന്നാ പോയത്? സ്പേഡിൽ നിന്നാണ്. അപ്പം 2 കാർഡ് എവിടുന്ന് പോയി? സ്പേഡിൽ നിന്ന് ഓൾറെഡി പോയി. അപ്പൊ സ്പേഡിൽ എത്ര കാർഡേ ഉണ്ടാവുള്ളൂ? സ്പേഡ് എടുക്കുകയാണെങ്കിൽ ഇനി സ്പേഡ് ആയിട്ട് എന്തേ ഉണ്ടാവുള്ളൂ? 11 എണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സ്പേഡ് എങ്ങനെ ഉണ്ടാവും? പ്രോബബിലിറ്റി ഓഫ് സ്പേഡ് എങ്ങനെ വരും? 11 / 48 വരും.
ക്ലിയർ അല്ലേ? പ്രോബിലിറ്റി ഓഫ് സ്പീഡ് 11/48 വരും. കാരണം എന്താ? സ്പേഡ് 2 കിങ്ങും ക്യൂനും അല്ല സോറി ഒരു കിങ്ങും ഒരു ക്യൂനും സ്പേഡിൽ നിന്നും പോയി. അപ്പൊ ഇനി എത്ര എണ്ണം ഉണ്ടാവുള്ളൂ? ബാക്കി 11 എണ്ണേ ഉണ്ടാവുള്ളൂ. അതുപോലെ ടോട്ടൽ ഔട്ട്പുട്ട് എത്ര എണ്ണം ഉണ്ടാവും? 52 നിന്നും ബ്ലാക്ക് കിങ്ങും ക്യൂനും പോയി കഴിഞ്ഞാൽ 2 ബ്ലാക്ക് കിങ്ങും 2 ബ്ലാക്ക് ക്യൂനും പോയി കഴിഞ്ഞാൽ 48 എണ്ണേ ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം 4 കാർഡ് പോയില്ലേ. അപ്പൊ എന്തേ ഉണ്ടാവുള്ളൂ ഇനി? സ്പീഡ് എന്താണ്? 11/48. ഓക്കെ ആണല്ലോ. അടുത്ത in a shooting competition there are 3 competitors namely A, B, C to hit that ball. ഇവിടെ നോക്കടാ, ഒരു കോമ്പറ്റീഷനിൽ 3 പേരുണ്ട്. എ എന്ന് പറഞ്ഞ ആള് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. ഇനി ബി എന്ന് പറഞ്ഞ ആള് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2/3 ആണ്. സി എന്ന് പറഞ്ഞ ആള് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 3/4 ആണ്. 3/4 ആണ്. Then what will be the probability of penetration of each of them? അതായത് ഇവർ 3 ആളും ഇവർ പെനിട്രേറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. അതായത് നമ്മൾ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈമിൽ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? എ പെനിട്രേറ്റ് ചെയ്തു, ബി പെനിട്രേറ്റ് ചെയ്തു, സി പെനിട്രേറ്റ് ചെയ്തു. അതായത് 3 ആളും പെനിട്രേറ്റ് ചെയ്യാനുള്ള 3 ആളും സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി ഒരുമിച്ച് വരുന്നതാണ് ചോദിച്ചത്. എന്ത് വരും? ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നോക്കുക. എന്റെ പ്രോബിലിറ്റി 1/2 ഇൻറ്റു ആൻഡ് ബിയും ഹിറ്റ് ചെയ്തു ആൻഡ് സിയും ഹിറ്റ് ചെയ്തു 3/4. ഇത് ചെയ്താൽ പോരെ? എന്ത് വരും? 1/4 വരും. 3 ആളും ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. ഇവിടെ എ ഹിറ്റ് ചെയ്തു, ബി ഹിറ്റ് ചെയ്തു, സിയും ഹിറ്റ് ചെയ്തു. ഇവരെ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 1/2 ആൻഡ് വരുമ്പോ ഇൻറ്റു സൈൻ ആൻഡ് 2/3 ആൻഡ് 3/4. എന്ത് വരും? 1/4 വരും ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇത് വരും 1/4 വരും. 3 ആളും ഒരുമിച്ച് ഹിറ്റ് ചെയ്തു. ഒരുമിച്ച് ഹിറ്റ് ചെയ്യണമെങ്കിൽ എ ഹിറ്റ്, ബി ഹിറ്റ്, സി ഹിറ്റ്. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് 2-digit number is not a prime number when number is selected at random? ഇവിടെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണം അല്ലെ? ഞാൻ ഒരു 2-digit നമ്പർ സെലക്ട് ചെയ്തു, അതിൽ നിന്നും പ്രൈം ആവരുത്. ആ സെലക്ട് ചെയ്ത നമ്പർ എന്താവരുത്? പ്രൈം ആവരുത്. അപ്പൊ എനിക്ക് ആദ്യം പ്രൈം എത്ര നമ്പർ ഉണ്ട് എന്ന് അറിയണം അല്ലെ? 2-digit ആയിട്ട് എത്ര പ്രൈം നമ്പർ ഉണ്ട് എന്ന് അറിയണം. നമുക്കറിയാം 1 മുതൽ 100 വരെ എത്ര പ്രൈം ഉണ്ട്? 25 പ്രൈം ഉണ്ട്. 25 പ്രൈം ഉണ്ട്. 1 മുതൽ 100 വരെ എത്ര പ്രൈം ഉണ്ട്? 25 പ്രൈം ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ. ഇനി നോക്കടാ, നമുക്ക് പക്ഷെ 1 മുതൽ 100 വരെ ഉള്ളത് വേണോ? 2-digit നമ്പർ ആണ്. 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ 10 മുതൽ 99 വരെയുള്ള നമ്പറിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 10 മുതൽ 99 വരെ എത്ര പ്രൈം ഉണ്ട്? 21 പ്രൈം ആണുള്ളത്. 21 പ്രൈം. എങ്ങനെ? കാരണം 1 മുതൽ 100 വരെ 25 പ്രൈം ഉണ്ട്. ഇനി 1 മുതൽ 10 വരെ നോക്കടാ, 2, 5, 7 ഇത്രയും പ്രൈമുകളില്ലേ? 2, 5, 2, 3, 5, 7. 1 മുതൽ 10 വരെ 2, 3, 5, 7 4 പ്രൈമുകൾ പോയില്ലേ? അപ്പൊ ആ പ്രൈം 2-digit അല്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ ഒഴിവാക്കി. അപ്പൊ എന്ത് വരും? 2-digit പ്രൈമുകൾ എത്ര എണ്ണം ഉണ്ട്? 2-digit പ്രൈമുകൾ എത്ര എണ്ണം ഉണ്ട്? 21 പ്രൈമേ ഉള്ളൂ. ഇനി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളതും ടോട്ടൽ ഔട്ട്കം ഒന്ന് നോക്കണം. ടോട്ടൽ ഔട്ട്പുട്ട് നോക്കടാ. 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ ഔട്ട്പുട്ട് എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം ഉണ്ട്. കാരണം 10 മുതൽ 99 വരെ 90 2-digit നമ്പറുകൾ ഉണ്ട്. ഇനി 2-digit നമ്പർ അല്ലാത്ത അല്ലെങ്കിൽ പ്രൈം അല്ലാത്ത 2-digit നമ്പർ നമുക്ക് ഒന്ന് നോക്കണം. പ്രൈം അല്ലാത്ത 2-digit നമ്പർ എന്ത് ചെയ്യണം? 90 നമ്പർ 2-digit നമ്പർ ആണ്. 90 നമ്പർ 2-digit നമ്പർ ആണ്. പ്രൈം നമ്പർ 21 ഉണ്ട്. അപ്പൊ പ്രൈം അല്ലാത്തത് എത്ര എണ്ണം ഉണ്ടാവും? പ്രൈം അല്ലാത്തത് നോട്ട് പ്രൈം ആയിട്ടുള്ളത് എന്തുണ്ടാവും? പ്രൈം അല്ലാത്ത എന്തുണ്ടാവും? 90 മൈനസ് 21 എത്ര എണ്ണം ഉണ്ടാവും? 69 എണ്ണം എന്താണ്? പ്രൈം അല്ലാത്തതാണ്. അല്ലേ? നമ്മളോട് എന്താ ചോദിച്ചത്? ഈ 90 നിന്നും ഒരു നമ്പറിനെ സെലക്ട് ചെയ്താൽ പ്രൈം അല്ലാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ നമ്മള് ഫേവറബിൾ ഔട്ട്കം എത്രയാ? 69. ഇനി അത് പ്രൈം അല്ലാതിരിക്കാനുള്ള ചാൻസ് അല്ലേ ചോദിച്ചത്? അപ്പൊ നമുക്ക് എന്ത് വേണം? പ്രോബിലിറ്റി എങ്ങനെ വരും? 69 ഡിവൈഡഡ് ബൈ
90 30 23 ഡിവൈഡഡ് ബൈ 30 വരും. 23 ഡിവൈഡഡ് ബൈ 30 ഓപ്ഷൻ ബി വരും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഇവിടെ പ്രൈമിന്റെ എണ്ണം അറിയണം, 25 പ്രൈം ഉണ്ട് 1 മുതൽ 100 വരെ, 10 മുതൽ 99 വരെ, അല്ലെങ്കിൽ 2 ഡിജിറ്റ് പ്രൈമുകൾ 21 ഉള്ളൂ. അപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ട് പ്രൈം അല്ലാത്ത നമ്പറാണ് വേണ്ടത്. പ്രൈം അല്ലാത്ത എത്ര എണ്ണം ഉണ്ട്? 69 എണ്ണം ഉണ്ട്. 2 ഡിജിറ്റ് നമ്പറിൽ പ്രൈം അല്ലാത്ത എത്ര എണ്ണം ഉണ്ട്? 69 നമ്പർ പ്രൈം അല്ല. നമ്മളോട് എന്താ ചോദിച്ചത്? നോട്ട് പ്രൈം ഉള്ള പ്രോബിലിറ്റി അല്ലേ ചോദിച്ചത്. അപ്പൊ 69 ഡിവൈഡഡ് ബൈ 90, അപ്പൊ 23/30. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത്, there were 20 people at a party. If every person shakes hand with every other person, then what will be the total number of handshake? ഹാൻഡ് സ്ഥിരമായിട്ട് റെയിൽവേക്ക് ചോദിക്കുന്ന, ഗ്രൂപ്പ് ഡി അടക്കം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാൻഡ് ഷേക്കിന്റെ എണ്ണം. ഹാൻഡ് ഷേക്കിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ കോമ്പിനേഷൻ പഠിച്ചതല്ലേ, അത് വെച്ചുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. NC2 ഇതാണ് ഹാൻഡ് ഷേക്ക്. NC2 ആണ് ഹാൻഡ് ഷേക്കിന്റെ എണ്ണം. N എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ. N നമ്പർ ഓഫ് പീപ്പിൾ ആണെങ്കിൽ എത്ര ഹാൻഡ് ഷേക്ക്, ടോട്ടൽ ഹാൻഡ് ഷേക്കിന്റെ എണ്ണം എത്രയാ? NC2. ഇവിടെ നോക്കടാ, 20 പീപ്പിൾ അല്ലേ ഉള്ളത്, 20 പീപ്പിൾ അല്ലേ ഉള്ളത്. അപ്പൊ ടോട്ടൽ ഹാൻഡ് ഷേക്ക് എത്ര വരും? 20 C2 വരും. 20 C2 നമുക്ക് എങ്ങനെ എഴുതാം? 20 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 20 മൈനസ് 2 ഫാക്ടോറിയൽ, 20 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ഇങ്ങനെയല്ലേ എഴുതുക. അപ്പൊ 20 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 18 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് നമുക്ക് ഈസി ആയിട്ട് വെട്ടിപ്പോവാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? 20 ഇൻറ്റു 19 ഇൻറ്റു 18 ഫാക്ടോറിയൽ. കാരണം 18 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 18 17 അങ്ങനെ 1 വരെ പോകുമല്ലോ. അപ്പൊ അത് അവിടെ നിന്നോട്ടെ. ഡിവൈഡഡ് ബൈ 18 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഇൻറ്റു 1. നമുക്ക് 18 ഫാക്ടോറിയൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്തൂടെ? ബാക്കി എന്ത് വരുള്ളൂ? 2 ഇൻറ്റു 1 ഡിവിഷൻ ആയിട്ട് 2 ഇൻറ്റു 1 വരും. കട്ട് ചെയ്താൽ 10 ഇൻറ്റു 19 എത്ര വരും? 190 വരും. എത്ര ഹാൻഡ് ഷേക്ക് ഉണ്ട് ടോട്ടൽ? 190 ഹാൻഡ് ഷേക്ക് നമുക്ക് പോസിബിൾ ആണ്. 190 ഹാൻഡ് ഷേക്ക് പോസിബിൾ ആണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? NC2 വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഹാൻഡ് ഷേക്ക്, ടോട്ടൽ ഹാൻഡ് ഷേക്കിന്റെ എണ്ണം കാണാൻ NC2 ചെയ്താൽ മതി. N നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 9 students are standing on a circular path, then the probability that 2 of them are always standing together. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ഇക്വേഷൻ പഠിക്കണം. ഇവിടെ എന്താ? ഒരു സർക്കുലർ ഷേപ്പില് 9 ആൾക്കാരെ അറേഞ്ച് ചെയ്യാണ്. 9 ആൾക്കാരെ അറേഞ്ച് ചെയ്യണം. ഒരു സർക്കുലർ ഷേപ്പിൽ ഒരു 9 ആൾക്കാരെ അറേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. 2 പേര് എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം. അതല്ലേ പറഞ്ഞത്? ഇവിടെ നോക്കണം, ഒരു സർക്കുലർ ഷേപ്പില് N ആൾക്കാരെ, N പീപ്പിളിനെ ഒരു സർക്കുലർ ഷേപ്പില്, ശ്രദ്ധിക്കണം, സർക്കുലർ ഷേപ്പില് N പീപ്പിളിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ, സർക്കുലർ ഷേപ്പിൽ N പീപ്പിളിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ടോട്ടൽ പോസിബിൾ അറേഞ്ച്മെന്റ്, ടോട്ടൽ പോസിബിൾ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ N-1 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ പോസിബിൾ അറേഞ്ച്മെന്റ് കാണുന്നില്ല അല്ലെ? ടോട്ടൽ സർക്കുലർ ഷേപ്പിൽ ടോട്ടൽ പോസിബിൾ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോസിബിൾ അറേഞ്ച്മെന്റ് N-1 ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് N ആൾക്കാരെ എനിക്ക് സർക്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ, N-1 ഫാക്ടോറിയൽ ബേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഓരോരുത്തരും ഓരോ പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് N-1 രീതിയിൽ, N-1 ഫാക്ടോറിയൽ ബേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയിട്ട് പറയും, ഇവിടെ 9 ആൾക്കാരുണ്ട്. 9 ആൾക്കാരെ എനിക്ക് ടോട്ടലി എത്ര പോസിബിൾ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 9 ആൾക്കാർ. N എത്രയാണ്? 9 ആണ്. അപ്പൊ N-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടോട്ടൽ അറേഞ്ച്മെന്റ് എത്ര വരും? 9 - 1, അതായത് 8 ഫാക്ടോറിയൽ ബേസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. 8 ഫാക്ടോറിയൽ ബേസ് എനിക്ക് എന്ത് ചെയ്യാം?
ഇവരെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്, 9 ആൾക്കാരെ അങ്ങോട്ട് നേരിട്ടാണ്ട് അറേഞ്ച് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. അതിന് പകരം 9 ആൾക്കാരെ നേരിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്തത്, 2 പേരെ ഫിക്സ് ആക്കി. 2 പേരെ ഞാൻ ഫിക്സ് ആക്കി. എന്നിട്ട് ബാക്കിയുള്ള 7 പേരെ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു കാര്യം ചെയ്യണം. ഇവിടെ നോക്കടാ, 9 ആൾക്കാരില് 2 പേരെ ഞാൻ ഫിക്സ് ആക്കി. ബാക്കി എന്താ, 7 പേരെ ആണ് എനിക്ക് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത്. 2 പേരെ ഫിക്സ് ആക്കി ബാക്കി 7 പേരെയാണ് എനിക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്ക്, ഈ 2 പേരെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സൈഡിൽ ഞാൻ ഫിക്സ് ആക്കി വെച്ചു. അല്ലെങ്കിൽ ഈ 7 പേരല്ലേ, ബാക്കി 9 ആൾക്കാരില് 7 പേരെ അറേഞ്ച് ചെയ്യണം. 2 പേര് എന്തായാലും ഒരു പൊസിഷനിൽ എപ്പോഴും അവിടെ നിൽക്കും അല്ലെ, ഒരുമിച്ചല്ലേ ഉണ്ടാവുക. അപ്പൊ എനിക്ക് എന്താ ചെയ്യാ, ഈ 2 പേര് എന്നുള്ളത് ഒരു എൻഡൈറ്റി ആക്കി എടുത്തു. ഞാൻ ഒരാളായിട്ട് എടുത്തു. ഈ ഒരാൾക്ക് മാറ്റൊന്നുമില്ലല്ലോ, ഈ ഒരാൾക്കാരെ എപ്പോഴും ഒരുമിച്ചല്ലേ ഉണ്ടാവുക. ആൻഡ് ഈ 7 ആൾക്കാരും. ഇപ്പൊ ഇവിടെ ടോട്ടൽ അറേഞ്ച്മെന്റ് എത്ര ഉണ്ട്? ഇവിടെ നമ്മൾ നോക്കടാ, 8 എൻഡൈറ്റീസിനെ അറേഞ്ച് ചെയ്യുന്ന പോലെയല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ, 9 ആൾക്കാരിൽ 2 ആളെ ഫിക്സ് ചെയ്തു, ബാക്കി 7 ആളെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പം ഈ 2 ആൾക്കാരെ ഞാൻ എന്ത് ചെയ്തു, 1 എന്നുള്ള രീതിയിലാക്കി എടുത്തു. കാരണം ഈ ഒരാൾക്കാർ, ആ 2 ആൾക്കാർ എന്താ എപ്പോഴും ഒരുമിച്ചേ നിൽക്കുള്ളൂ. അപ്പൊ എനിക്ക് അവരെ ഒരു എൻഡൈറ്റി ആക്കി എടുത്തൂടെ. അപ്പൊ ഞാൻ അവരെ ഒരു എൻഡൈറ്റി ആക്കി എടുത്തു, ബാക്കി 7. ടോട്ടൽ ഇപ്പൊ എനിക്ക് എത്ര ഉണ്ട്, 8 ഉണ്ട്. അപ്പം ഇനി ഈ 7 ആൾക്കാരെ എനിക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ 1 + 7 ആൾക്കാരെ എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, n-1 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്തൂടെ. അപ്പം ഈ 8 ആൾക്കാരെ എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 7 ഫാക്ടോറിയൽ ബേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 ആൾക്കാരെ എനിക്ക് 7 ഫാക്ടോറിയൽ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും, ആണല്ലോ. പക്ഷേ ഫേവറബിൾ ഔട്ട്കംസ് ഈ 7 ഫാക്ടോറിയലിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 7 ആൾക്കാരല്ലേ എനിക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. 7 ഫാക്ടോറിയൽ ബേസിൽ ഞാൻ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അത് കൂടാണ്ട് ഒരു 2 ആൾക്കാരുണ്ടല്ലോ, ഇവിടെ 2 ആൾക്കാരുണ്ടല്ലോ, ഓരും കൂടി ഞാൻ എന്ത് ചെയ്യണം? 2 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യണ്ടേ. 7 ആൾക്കാരെ 7 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്തു, ആൻഡ് 2 ഫാക്ടോറിയൽ ബേസിൽ മറ്റേ 2 ആൾക്കാരെ അറേഞ്ച് ചെയ്തു. അങ്ങനെ വേണം എഴുതാൻ. ടോട്ടൽ ഫേവറബിൾ ഔട്ട്പുട്ട് എത്രയാണ്? 7 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വരും. കാരണം എന്തുകൊണ്ടാ, 7 ഫാക്ടോറിയൽ എങ്ങനെയാ വന്നത്? ഇവിടെ നമ്മൾ 2 ആൾക്കാരെ ഒരു എൻഡൈറ്റി ആക്കി എടുത്തു, ആൻഡ് ഈ 7. അപ്പം ഇവർ 2 ആളും കൂടി ക്ലബ് ചെയ്തിട്ട് 8 എൻഡൈറ്റി ആണ് ഇപ്പൊ ഉള്ളത്. നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് 8 എൻഡൈറ്റീസിനാണ്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ 8 എൻഡൈറ്റി അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വരും? 7 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. അപ്പം 7 ഫാക്ടോറിയൽ ബേസിൽ ആദ്യം ഒരു 8 എൻഡൈറ്റിനെ അറേഞ്ച് ചെയ്തു. അത് കൂടാണ്ട് അതിലൊരു 2 ആൾക്കാർ, അതിന്റെ ഉള്ളിൽ നമുക്ക് 2 ആൾക്കാർ, ഒന്നാമത്തെ ആൾ ആദ്യം വന്നു, പിന്നെ രണ്ടാമത്തെ ആൾ വന്നു. അല്ലെങ്കിൽ എങ്ങനെ വരാം, രണ്ടാമത്തെ ആൾ വന്നു, ഒന്നാമത്തെ ആൾ വരാം. അങ്ങനെ മാറി മാറി വന്നൂടെ. അപ്പൊ നമുക്ക് ഈ 2 ആൾക്കാരെ നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? 2 ഫാക്ടോറിയൽ ബേസിലും അറേഞ്ച് ചെയ്യാം. അപ്പൊ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 7 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, 7 ഫാക്ടോറിയൽ ആൻഡ് 2 ഫാക്ടോറിയൽ വരും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് വരണം? പ്രോബിലിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഫേവറബിൾ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലേ. ഫേവറബിൾ ഔട്ട്പുട്ട് എന്താ? 7 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ അല്ലേ. എന്ത് വരും? 7 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ. കട്ടായി പോയി. എന്ത് വരും? 2/8 വരും. എന്ത് വരും? 1/4. ആൻസർ എന്ത് വരും? 1/4 വരും. ഈ ഒരു രീതി, ഈ ഒരു വഴി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വഴി മനസ്സിലായല്ലോ. ഈ 2 ആൾക്കാരെ ഫിക്സ് ചെയ്ത രീതി, അതുകൊണ്ട് നമ്മൾ 2 ആൾക്കാരെ 1 ആക്കി എടുത്തു. അപ്പൊ 1ഉം 7ഉം 8 എൻഡൈറ്റീസ് ആണ് ഫേവറബിൾ വരിക അല്ലെ. 8 എൻഡൈറ്റീസിനെ 7 ഫാക്ടോറിയൽ ബേസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് ഈ 2 ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഫാക്ടോറിയൽ ബേസ് ഒന്നുകൂടി അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ. നമുക്ക് ഓപ്ഷൻ ഏതാ വരിക? 1/4, ഓപ്ഷൻ ബി. അടുത്ത, the number of cards in a bag is between 33 and 92. ഒരു ബാഗില് 33 മുതൽ 92 വരെ നമ്പർ എഴുതിയ കാർഡുകൾ ഉണ്ട്. അതാണ് പറഞ്ഞത്. A card is drawn from the bag. The probability that the number of cards drawn is always a perfect square. അതായത് 33നും 92നും ഇടയ്ക്കുള്ള
നമ്പർ എഴുതിയ കാർഡുകളുണ്ട്. ഞാനൊരു കാർഡ് എടുത്തു. ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചത്. ഒരു കാർഡ് എടുത്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചത്. അപ്പൊ 33നും 92നും ഇടയ്ക്ക് എത്ര നമ്പർ ഉണ്ട് എന്ന് നോക്കാം ആദ്യം. ടോട്ടൽ ഔട്ട്കം അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കം എത്ര വരും? ടോട്ടൽ കാർഡുകൾ എത്ര വരും? 33നും 92നും ഇടയ്ക്ക് എത്ര നമ്പർ ഉണ്ട്? 32. 1 മുതൽ 92 വരെ 92 നമ്പർ. ഇതിന്റെ ഇടയ്ക്ക് 32 അല്ലേ ഉള്ളത്? 32 കുറച്ച് എത്ര വരും? 60 എണ്ണം ഉണ്ടാവും. ടോട്ടൽ ഔട്ട്പുട്ട് എത്ര ഉണ്ടാവും? 60 ടോട്ടൽ ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ ഫേവറബിൾ ഔട്ട്പുട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. ഫേവറബിൾ ഔട്ട്പുട്ട് ഏതൊക്കെയാന്ന് നോക്കാം. 33നും 92നും ഇടയ്ക്ക് സ്ക്വയറുകൾ എണ്ണം നോക്കാം. ആദ്യത്തെ സ്ക്വയർ 36 വരാലോ. പിന്നെ 36 കഴിഞ്ഞ അടുത്ത സ്ക്വയർ ഏതാ? 49 വരാം. അടുത്തത് ഏത് വരാ? 64 വരാം. അതിന്റെ അടുത്ത ഏത് വരാ? 81 വരാം. ഇനി അടുത്തൊരു സ്ക്വയർ, അടുത്ത 100 അല്ലേ വരുന്നത്. 100 ഇതിന്റെ 92ന്റെ ഉള്ളിൽ വരുമോ? ഇല്ല. നമുക്ക് ഫേവറബിൾ ആയിട്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ട്? ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്പുട്ട് ഉണ്ട്? ഫേവറബിൾ ആയിട്ട് നമുക്ക് 1, 2, 3, 4 4 ഔട്ട്പുട്ടുകളാണ് നമുക്ക് എന്തുള്ളത്? ഫേവറബിൾ ആയിട്ടുള്ള. അപ്പൊ ഫേവറബിൾ ഔട്ട്കം എത്രയാ? 4 നമ്പറുകളുണ്ട്. 4 നമ്പറുകളുണ്ട് അല്ലേ? നമ്മളോട് എന്താ ചോദിച്ചത്? ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ള പ്രോബിലിറ്റി അല്ലേ? 4 ഔട്ട്പുട്ട് ഉണ്ട്. ടോട്ടൽ എത്ര? 60 ഉണ്ട്. അപ്പൊ പ്രോബിലിറ്റി നമ്മൾ എങ്ങനെ കാണാ? P = ഫേവറബിൾ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. എത്ര വരും? 4 ഡിവൈഡഡ് ബൈ 60. എത്ര വരും? 15 വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകല്ലേ? ഓപ്ഷൻ ഏതാ അവിടെ വരിക? 1/15. ഓപ്ഷൻ എ. അടുത്ത ഔട്ട് ഓഫ് 5 കാർഡ്സ് നമ്പേഴ്സ് നമ്മളെ കയ്യിൽ 5 കാർഡ് ഉണ്ട്. 1, 2, 3, 4, 5. 2 കാർഡ് ഞാൻ എന്ത് ചെയ്തു? റാൻഡം ആയിട്ട് എടുത്തു. 2 കാർഡ് ഞാൻ എന്ത് ചെയ്തു? റാൻഡം ആയിട്ട് എടുത്തു. അപ്പൊ ആദ്യത്തെ കാർഡ് എന്തോ ആയിക്കോട്ടെ, അത് ഇവിടെ പ്രശ്നമല്ല. സെക്കൻഡ് കാർഡ് എന്തായിരിക്കണം? ഓഡ് നമ്പർ ആവണം. ഇവിടെ എങ്ങനെയാണ് വരിക നോക്കടാ. നമുക്ക് 2 തരത്തിൽ എഴുതാൻ പറ്റും. ആദ്യത്തെ കാർഡ് ഓഡ് ആവാം. ആൻഡ് രണ്ടാമത്തെ കാർഡും ഓഡ് ആവാം അല്ലേ? ആൻഡ് അല്ലെങ്കിൽ എങ്ങനെ വരാം? ആദ്യത്തെ കാർഡ് ഈവൻ ആവാ, രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം അല്ലേ? ഇതല്ലേ നമ്മളെ പോസിബിലിറ്റി. ആദ്യത്തെ ഈ പോസിബിലിറ്റി നോക്കണം. 5 കാർഡിൽ നിന്ന് ആദ്യത്തെ ഞാൻ എന്ത് ചെയ്തു? 2 കാർഡ് എടുത്തു. ആദ്യത്തെ നമ്പർ ഓഡ് ആവാ, രണ്ടാമത്തതും ഓഡ് ആവാ. കാരണം രണ്ടാമത്തെ എന്തായാലും ഓഡ് ആവണം. ഇതിവിടെ ഫിക്സ്ഡ് ആണ്. അല്ലെങ്കിൽ എങ്ങനെ വരാ? ആദ്യത്തത് ഈവൻ ആവാ, രണ്ടാമത്തത് ഓഡ് ആവണം. ഓഡ് എന്തായാലും ആവണം. അപ്പം ഈ പ്രോബിലിറ്റി എന്തൊക്കെയാ നോക്കിയാ പോരെ? ആദ്യത്തെ ഓഡ് ആവാനുള്ള പ്രോബിലിറ്റി. ഇവിടെ ടോട്ടൽ എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1, 2, 3 ഓഡ് നമ്പർ ഇല്ലേ? അപ്പം 3 ഓഡ് നമ്പർ ടോട്ടൽ എത്ര എണ്ണത്തില്? 5 എണ്ണത്തിൽ 3 എണ്ണം വരാം. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡു അല്ലേ ഇടേണ്ടത്? അടുത്ത ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം തന്നെ ഉണ്ട്. 3 എണ്ണം തന്നെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. 3 എണ്ണത്തിൽ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി എത്ര എണ്ണം ബാക്കിയുള്ളൂ? 2 എണ്ണേ ബാക്കിയുള്ളൂ. ഡിവൈഡഡ് ബൈ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് 5 എണ്ണത്തിൽ എത്ര എണ്ണം ബാക്കി ഉണ്ടാവുള്ളൂ? 4 എണ്ണം ഉണ്ടാവുള്ളൂ. ഓർ അല്ലേ ഇവിടെ സിമ്പിള്? പ്ലസ് ഇടണം. ഇത് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ ഓടായി, അതുകൊണ്ട് 3/5. രണ്ടാമത്തതും ഓടാണ്. നമ്മൾ ഒരു തവണ ഓട് സെലക്ട് ചെയ്തു. അപ്പൊ 2 അല്ലേ ബാക്കിയുള്ളൂ? 2 ഡിവൈഡഡ് ബൈ 4. ഇനി ഓർ അല്ലേ ഇവിടെ? പ്ലസ് ഇടണം. ഈവൻ നമ്പർ അല്ലേ വേണ്ടത്? ഈവൻ നമ്പർ എത്ര എണ്ണം ഉണ്ട്? ഈവൻ നമ്പർ 1, 2 ഈവൻ നമ്പർ അല്ലേ ഉള്ളൂ? 2 ഡിവൈഡഡ് ബൈ 5. ആൻഡ് അല്ലേ? ഇൻറ്റു അല്ലേ കൊടുക്കേണ്ടത്? അടുത്തത് ഓഡ് ആവണം. ഓഡ് നമ്പർ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. കാരണം നേരത്തെ ഈവൻ അല്ലേ സെലക്ട് ചെയ്ത്? 3 ഡിവൈഡഡ് ബൈ ബാക്കി എത്ര ഉണ്ട്? 4 നമ്പർ അല്ലേ? എത്ര വരും? 6 12 ഡിവൈഡഡ് ബൈ 20 വരും. 3/5 വരും. പ്രോബിലിറ്റി എത്ര വരും? 3/5. മനസ്സിലായോ? നമുക്ക് 2 തരത്തിൽ നമുക്ക് എടുക്കാം. ഓഡ് ആവാ, അല്ലെങ്കിൽ എന്താവാ? ഈവൻ ഓഡ് ആവാം. അത് നമുക്ക് സൈൻ കൺവേർഷൻ വെച്ചിട്ട് ഇവിടെ എഴുതണം. എന്നാലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ ഏതാ വരിക? 3/5. 3/5 വരും.
അടുത്ത ക്വസ്റ്റിലേക്ക് പോകല്ലേ. Sadish put 5 yellow and 3 blue balls in a closed by his mother Manish. ഓക്കെ, മനീഷ് എന്ന് പറഞ്ഞാൽ 2 ബോളാണ് എടുക്കുന്നത്. സെയിം കളറിലായിട്ട് നമുക്ക് 2 ബോളും വരണം, അങ്ങനെയല്ലേ പറഞ്ഞത്. ഇവിടെ നമുക്ക് കോമ്പിനേഷൻ യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഇവിടെ നോക്കടാ, ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 5, 3 അല്ലേ. അപ്പം ടോട്ടൽ എത്ര ഔട്ട്പുട്ട് ഉണ്ട്? ടോട്ടൽ ബോൾസ് എത്ര ഉണ്ട്? ടോട്ടൽ ബോൾസ് എത്ര ഉണ്ട്? 8 ബോൾസ് ഉണ്ട് അല്ലെ. 5ഉം 3ഉം 8 ബോൾസ് ഉണ്ട്. ഈ 8 എണ്ണത്തിൽ നിന്ന് എത്ര എണ്ണം എടുക്കണം? സെയിം കണക്ക്. അപ്പം 8 എണ്ണത്തിൽ 8C2 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 8C2 വൈസ് അല്ലെ. 2 ബോൾസ് എടുത്തു, രണ്ടും 8C2 ആണ് അല്ലെ. ഈ നോക്കടാ, 8C2 എനിക്ക് വേണ്ട എന്താ? രണ്ടും ഒരു കളർ ആയിരിക്കണം അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തത് ആദ്യത്തത് 5C2 ഡിവൈഡഡ് ബൈ 8C2 ആവാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്രോബിലിറ്റി കഴിഞ്ഞു അല്ലെ. അല്ലെങ്കിൽ എന്ത് വരാ? ഓർ 3C2 ഡിവൈഡഡ് ബൈ 8C2 വരാ. ഇതല്ലേ നമ്മളെ ആൻസർ വരിക. നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാ? 8C2 വൈസിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. അതിൽ 5C2 ആദ്യത്തെ എടുത്താൽ ഒരു കളറായി, അവിടെ കഴിഞ്ഞു. അടുത്തത് എന്താ? 3C2 ആയി, അവിടെയും കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് എങ്ങനെ നോർമൽ ബേസിൽ നമ്മൾ ഇത് ചെയ്ത ബേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് നോക്കാം. നമുക്ക് ടോട്ടൽ 8 എണ്ണല്ലേ ഉള്ളത്. ആദ്യത്തെ 8 എണ്ണത്തിൽ 5 എണ്ണം എടുത്തു. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ 2 എണ്ണം യെല്ലോ ആയി അല്ലെ. പ്ലസ് അടുത്ത എന്താ? 2ഉം ബ്ലൂ ആയി. ഈ 2 പ്രോബിലിറ്റി അല്ലേ ഉള്ളൂ, 2 ഒരേ കളർ വരണ്ടേ. ആദ്യത്തെ 2 യെല്ലോ ആവാനുള്ള പ്രോബിലിറ്റി എന്താ? ആദ്യത്തത് യെല്ലോ എത്ര എണ്ണം ഉണ്ട്? 5 ബോൾ. 8 എണ്ണത്തിൽ 5 ബോൾ ആവാം. ആൻഡ് 4 എണ്ണല്ലേ ഇനി യെല്ലോ ഉണ്ടാവുള്ളൂ, 7 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ. പ്ലസ് ഇനി ബ്ലൂ ബോൾ നോക്കുകയാണെങ്കിൽ 3 എണ്ണത്തിൽ 8 എണ്ണത്തിൽ 3 എണ്ണം എടുക്കാം. ആൻഡ് 2 എണ്ണല്ലേ ബാക്കിയുള്ളൂ, 7 എണ്ണം. ഇതല്ലേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം 26 ഡിവൈഡഡ് ബൈ 56 വരും ടോട്ടൽ അല്ലെ. എത്ര വരും? 26 ഡിവൈഡഡ് ബൈ 56, 13 ഡിവൈഡഡ് ബൈ 28 വരും. കിട്ടിയിരുന്നോ? നമ്മൾ ചെയ്തു നോക്കിയോ? ഇത് നമുക്ക് എങ്ങനെയൊക്കെ വരാം ഈ പ്രോബിലിറ്റി? യെല്ലോ വരാ, അല്ലെങ്കിൽ എന്ത് വരാ? ബ്ലാക്ക് വരാ, അല്ലെങ്കിൽ സോറി ബ്ലൂ വരാ. അതല്ലേ നമുക്ക് ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ആലോചിച്ച് എഴുതിയാൽ മതി. യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഈസ് ചൂസൺ അറ്റ് റാൻഡം പ്രോബബിലിറ്റി ഗെറ്റിംഗ് വവൽ. എടാ, ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നമുക്ക് 26 നമ്പേഴ്സ് ഉണ്ട് ടോട്ടൽ. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് എത്ര വരും? ടോട്ടൽ ഔട്ട്കം എത്ര വരും? 26 നമ്പർ ഉണ്ട്. നമ്മളോട് എന്താ ചോദിച്ചത്? റാൻഡം ആയിട്ട് ഒരു ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വവൽ, ഒരു വവൽ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ട് വവൽസിന്റെ എണ്ണം കണ്ടുപിടിച്ചാൽ പോരെ. വവൽസ് എത്ര എണ്ണം ഉണ്ട്? AEIOU അല്ലെ. 5 വവൽസ് ഉണ്ട് അല്ലെ. അപ്പം ഫേവറബിൾ ഔട്ട്പുട്ട് എത്ര? ഔട്ട്കം എത്ര? 5 എണ്ണം. നമ്മളോട് എന്താ ചോദിച്ചത്? വവൽസ് കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലേ. 5 ഡിവൈഡഡ് ബൈ 26 ചെയ്താ പോരെ. നമ്മളെ പ്രോബിലിറ്റി എന്ത് വരും? 5 ഡിവൈഡഡ് ബൈ 26. ഓക്കെ ആണോ? ടോട്ടൽ ഔട്ട്കം 26, പ്രോബിലിറ്റി ഫേവറബിൾ ആയിട്ട് നമുക്ക് എന്താ 5 എണ്ണേ വരുള്ളൂ. കാരണം വവൽസ് 5 എണ്ണല്ലേ ഉള്ളൂ. 5. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 26. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി വരും. ഓക്കെ അല്ലേ? അടുത്ത നമ്മള് if we select 3 persons random from 2 men, 2 മെന്നിനെ മാത്രം സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതാണ് ചോദിച്ചത്. ഇവിടെ നോക്കടാ, ആദ്യം കോമ്പിനേഷൻ വെച്ച് ചെയ്യാം. അതാണ് ഈ ഒരു കണക്കിന് ഏറ്റവും ഈസി, കോമ്പിനേഷൻ വെച്ച് ചെയ്യുന്നതാണ്. ഇവിടെ നോക്ക്, 3 ആൾക്കാരെ സെലക്ട് ചെയ്യണം. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ടോട്ടൽ നമ്പർ എത്ര എണ്ണം ഉണ്ട്? ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് 4, 3 and 2. 4, 3 and 2 അല്ലെ. അപ്പം 9 ആൾക്കാരുണ്ട്.
4 3 and 2 9 ആൾക്കാരിൽ നിന്ന് നമുക്ക് 3 ആളെ സെലക്ട് ചെയ്യണം. 9 ആൾക്കാരിൽ നിന്ന് നമുക്ക് 3 ആളെ സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2 മെൻ എന്തായാലും നിർബന്ധമാണ്. ബാക്കി ആൾക്കാർ എന്തോ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല അല്ലെ. നമ്മൾ നോക്കടാ, നമ്മൾ എങ്ങനെ ചെയ്യണം? ടോട്ടൽ ഔട്ട്കം എങ്ങനെ വരണം? 9C3 വയസ്സിൽ നമുക്ക് ടോട്ടൽ ഔട്ട്കം കിട്ടിയാൽ മതി. 9C3. ഇനി 2 മെന്ന് നിർബന്ധമായിട്ടും വരണമെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക? ടോട്ടൽ എത്ര മെന്നുണ്ട്? 4 മെന്നുണ്ട്. അതിൽ നിന്നും 2 ആൾക്കാരെ സെലക്ട് ചെയ്യണം. 4C2 സെലക്ട് ചെയ്യണം. ഇനി ബാക്കി എന്താ? ബാക്കി ഒരു പൊസിഷനിൽ കൂടി ആള് പോരെ. ഒരു പൊസിഷനിൽ ആള് അവിടെ വിമണോ അല്ലെങ്കിൽ ബോയ്സോ ആര് വേണമെങ്കിലും ആവാം. അപ്പൊ അതായത് 5 ആൾക്കാരിൽ നിന്നും 3ഉം 2ഉം 5 ആൾക്കാരിൽ നിന്നും ഒരാളെ കിട്ടിയാൽ പോരെ. അപ്പം റിമൈനിങ് പൊസിഷൻ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 5 ആൾക്കാരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെയല്ലേ നമ്മൾ കോമ്പിനേഷൻ എഴുതുക. അപ്പൊ ടോട്ടൽ ഔട്ട്കം എത്ര വരിക? 9 ആൾക്കാരിൽ നിന്നും 3 ആൾക്കാരെ സെലക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം. നമുക്ക് വേണ്ട ഫേവറബിൾ ഔട്ട്കം എന്താ? 2 മെൻ എന്തായാലും സെലക്ട് ചെയ്യണം. 4 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാരെ സെലക്ട് ചെയ്യണം. അടുത്ത എന്താ? റിമൈനിങ് ആൾക്കാർ 5 ആൾക്കാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. പ്രോബബിലിറ്റി ടോട്ടൽ എന്താണ്? 9C3 ആണ് വരിക അല്ലെ. ആദ്യം 2 മെന്നെ സെലക്ട് ചെയ്യണ്ടേ? 2 മെന്നെ സെലക്ട് ചെയ്യാൻ 4C2. അവിടെ തീർന്നോ? ഇല്ല, ഒരാളെയും കൂടി സെലക്ട് ചെയ്യണം. ആൻഡ് എന്ത് ചെയ്യണം? 5C1. ഇതൊന്ന് ചെയ്തു നോക്കാം. 4C2 എന്ന് പറഞ്ഞാൽ 4 into 3 into 2 factorial divided by 4 minus 2 എന്താ? 2 അല്ലേ. 2 factorial into 2 factorial into 5C1 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ 9C3 എന്ന് പറഞ്ഞാലോ 9 into 8 into 7 into 6 factorial divided by അല്ലെ. ഇതും ക്യാൻസൽ ആയി പോകും. ഇനി ഏതൊക്കെ ക്യാൻസൽ ആയി പോകും? ബാക്കി എന്ത് വരും? 4 into 3 into 5 60 divided by 9 into 8 into 2 into 7 into 3 into 2 അല്ലേ. ഇതൊന്ന് വെട്ടി നോക്ക്. ഒന്ന് മാറ്റി എഴുതുന്നുണ്ടേ. 9C3 9 into 8 into 7 into 6 factorial divided by 6 factorial into 3 factorial. ഒന്ന് ഞാൻ ഇവിടേക്ക് മാറ്റി എഴുതുന്നുണ്ടേ. നമുക്ക് എന്ത് വരും? 4 into 3 into 5 divided by 2 into 9 into 8 into 7 into 3 into 2. നാൽപ്പത്തിരണ്ട് 15 എന്ത് വരും? 5/14 വരും. 5/14. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. കിട്ടിയായിരുന്നോ? ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? 9 ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യണം. 9 ആൾക്കാരിൽ നിന്ന് 3 ആൾക്കാരെ സെലക്ട് ചെയ്യണം. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് എത്ര വരും? ടോട്ടൽ ഔട്ട്കം 9ൽ നിന്നും 9C3 വയസ്സിൽ നമുക്ക് ടോട്ടൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി 2 മെന്നെ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം 2 മെന്നെ നിർബന്ധമായിട്ട് വേണമല്ലോ. 4C2 വയസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 മെന്നെ സെലക്ട് ചെയ്യാം. ഇനി റിമൈനിങ് ആയിട്ട് എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട്. 5 ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്താൽ മതി. കാരണം ഒരാൾ മാത്രം പോരെ ഒരു പൊസിഷനിലേക്ക് നിറയ്ക്കാൻ. അപ്പൊ 5 ആൾക്കാർ ബാക്കിയുണ്ട്, അതിൽ ഒരാളെ സെലക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ആണുള്ളത്. 25 ക്വസ്റ്റ്യൻ ആയില്ലേ? 25 ക്വസ്റ്റ്യൻ ആണുള്ളത്. നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഒന്ന് കമന്റ് ചെയ്യണേ.
ഓക്കെ.